ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. IGCയുടെ പുതിയ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റുമൈസു. ഞാൻ IGC ഒഫീഷ്യൽ മെമ്പറാണ്. ദുബായിലെ ഒരു സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ പോഡ്കാസ്റ്ററും കൂടെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നാസിയ മാമിനോടും IGCയോടും ഞാൻ നന്ദി അറിയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ IGC ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ കൂട്ടായ്മയാണ്. പ്രൊഫഷണലി നമുക്ക് പുതിയ ഒരുപാട് അറിവുകൾ നേടാനും നമ്മുടെ അറിവുകൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും IGC ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കൂടാതെ പൊതുജനങ്ങൾക്ക് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും പല സ്റ്റിഗ്മകളെയും ഇല്ലാതെയാക്കാനും ഇത്തരത്തിലുള്ള വെബിനാറുകളും പോഡ്കാസ്റ്റുകളും വഴി IGC കഴിയുന്നുണ്ട്. സോ ഇന്നും അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പാരന്റിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇവിടെ ജോയിൻ ആയിട്ടുള്ള പലരും രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ടിപ്പുകളും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ശ്രീറാം സർ ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ കൗൺസിലറാണ്, ഹിപ്നോട്ടിക്കൽ കൗൺസിലറാണ്, കൂടാതെ ഒരു MTA പ്രാക്ടീഷണറുമാണ്. കൂടാതെ നമ്മുടെ ചെയർമാൻ ഡോക്ടർ റിയാസ് സർ, ചീഫ് കോർഡിനേറ്റർ കേരള കേരള ചാപ്റ്റർ രതീഷ് സർ, നമ്മുടെ GCC പാട്രൺ ഡോക്ടർ ഹംസ സർ, IIGC GCC കോർഡിനേറ്റർ മിസ് നാസിയ മാം, പിന്നെ മറ്റ് ഓർഗനൈസേഴ്സ്, പിന്നെ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗിൽ ജോയിൻ ആയിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി ശ്രീറാം സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഞാൻ IIGCക്ക് ഒരു താങ്ക് യു പറയുകയാണ്. ശരിക്കും ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് ഞാൻ ശരിക്കും IIGCയോട് കടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതൊരു ഇന്ററാക്ഷൻ സെഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം. നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് സെഷൻ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇതിനകത്തിരുന്ന ഒരു പേര് നമുക്ക് വിളിക്കാം. അപ്പോൾ അവർക്ക് അറിയാവുന്ന നോളജ് എന്തുവാണോ അത് അവര് എനിക്ക് ഇവിടെ ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് എന്റെ പൊതുവെ ഞാൻ സെഷൻസ് എടുക്കുമ്പോൾ ഉള്ള എന്റെ കോൺസെപ്റ്റ്. സോ അതിൽ എല്ലാവരും സഹകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു PPT പ്രസന്റ് ചെയ്യും. ആ PPT കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കാരണം അത് ഞാൻ സെഷൻ എടുക്കുമ്പോൾ എനിക്കൊരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു PPT ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കാം. എൻ്റെ അടുത്ത് ഡൗട്ട്സ് ഈ സെഷന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, വിത്ത് ഓൾ യുവർ പെർമിഷൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ശരിക്കും പാരന്റിങ് ആണ്. പാരന്റിങ് കുഞ്ഞുങ്ങളുടെ സ്റ്റേജസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്ലൈഡിന്റെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ ശരിക്കും കാണാൻ പോകുന്നത് സൈക്കോ അനലിറ്റിക് തിയറി, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ട്രോപ്പോഗ്രഫി ഓഫ് മൈൻഡ്, സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് 20th സെഞ്ചുറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്തതാണ് ഈ സൈക്കോ അനലിറ്റിക് തിയറി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടാത്തവർക്കായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ സൈക്കോ അനലിറ്റിക് തിയറിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇതൊരു വലിയൊരു മൊഡ്യൂളാണ് ശരിക്കും പറഞ്ഞാല്. നമുക്ക് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് ക്ലാസ് കഴിഞ്ഞിട്ടും ആവാം, അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ട് വലുതായിട്ട് നമുക്ക് തിയറി പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യണ്ട. നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നോക്കാം. ശരിക്കും പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഇത്രയേ ഉള്ളൂ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. നമുക്ക് ഇപ്പൊ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും നമ്മൾ ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളും, ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് തീരുമായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുമ്പോഴും നമ്മൾ ഒരാളുമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കാതെ കുറെ ദിവസം പോകുമ്പോഴുമായിരിക്കും നമുക്ക് അവരോട് ദേഷ്യവും അവരോട് ഈഗോയും അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധം തന്നെ ഇല്ലാതാവുന്നത് ശരിക്കും നമ്മൾ സംസാരിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ കൂടെ
അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ വിഷമങ്ങൾ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമങ്ങളിൽ നമുക്ക് അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, ഇനി സൈക്കോ അനാലിസിസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കുന്നതിന് മുന്നേ ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ്, നമ്മൾ ശരിക്കും ടോപ്പിക്കിനകത്തോട്ട് കടക്കുകയാണ്. നമുക്ക് 1 hour ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം എന്നെ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ട്രോപ്പോഗ്രഫി ഓഫ് മൈൻഡ്. ട്രോപ്പോഗ്രഫി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് 3 ലെവൽസ് ഓഫ് മൈൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ 3 മൈൻഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും പറയാവോ എന്താ ഈ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്? നമുക്ക് ഇതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഷെറിൻ, ഇതിനകത്ത് ഷെറിൻ കാണുന്നുണ്ട്. ഷെറിൻ ആൻസർ പറയാൻ പറ്റുമായിരിക്കും ഇപ്പോ? ഷെറിൻ, ഓക്കെ, ഷെറിൻ അവൈലബിൾ അല്ല. മൂസ കുട്ടി മൂസ സാറിന് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒന്നും ആവില്ല. നിങ്ങൾ എല്ലാവരും തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യണം. അഥവാ ഒരു 10 ദിവസം നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ഒരു സാറിന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, സാറിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നു. ശ്രീറാം സാർ, എക്സ്ക്യൂസ് മീ, നമുക്ക് തോന്നുന്നു ആർക്കാണോ താല്പര്യം അവര് ആൻസർ ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു സർ. ആർക്കെങ്കിലും അത് ആൻസർ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 seconds ഞാൻ തരാം. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഗുഡ് ഈവനിങ് സർ. നൂറ മാം പറഞ്ഞോളൂ മാം. ഐ ആം ഹന്ന. സർ, കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യം പ്രസന്റ്ലി കേട്ട് അവോയ്ഡ് ചെയ്തു പോകുന്ന ഒന്നാണ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുന്ന, പിക്ചറായും വീഡിയോസായും ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു മൈൻഡാണ്. അത് ഏതാണ്ട് 80-90% മുകളിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു ചലനമില്ലാതെ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മൈൻഡാണെന്ന് എൻ്റെ ഒരു ചെറിയ അറിവാണ് സാറേ. ഓക്കെ മാം, ഞാൻ മാമിനോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ? ഓക്കെ മാം, ഇന്ന് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റാ കഴിച്ചത് മാം? ഞാൻ ഇന്ന് രാവിലെ ദോശ. മാം, ഇന്നലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത് മാം? പുട്ട്. മെനിഞ്ഞാന്നോ മാം? അതൊന്ന് ഓർത്തെടുക്ക. ഓക്കെ, മാം പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പോ ഈ എക്സാമ്പിൾ ചോദിച്ചതിന് ഞാൻ ആൻസർ പറഞ്ഞുതരാം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 24 hours മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെച്ചേക്കുന്ന, മാം പറഞ്ഞതുപോലെ ഇന്ന് ഓർത്ത് വെച്ചേക്കുന്ന ഒരു ഇതാണ് ശരിക്കും കോൺഷ്യസ് മൈൻഡ്. നമ്മൾ അപ്പപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. ഈ കോൺഷ്യസ് മൈൻഡിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫേർഡ് ടു സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളൊന്നും മറക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ എവിടെയാ പോകുന്നത്? പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാമിനോട് ഇന്ന് ചോദിച്ചത്, ഇന്ന് എന്ത് കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ മാം ദോശ എന്ന് പറഞ്ഞു. ഇന്നലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചപ്പോഴും മാം പുട്ടെന്ന് പറഞ്ഞു. മെനിഞ്ഞാൻ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മാം ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് മാം അത് പറഞ്ഞപ്പോ ഇപ്പൊ വീഡിയോ കോൾ ഓൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മാമിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് അത് മനസ്സിലാക്കായിരുന്നു. മാം ഇന്നത്തത് പറഞ്ഞത് മില്ലി സെക്കൻഡ്സിലായിരിക്കും പറഞ്ഞത്. പക്ഷെ ഇന്നലത്തെ കാര്യം പറഞ്ഞപ്പോൾ മാം ജസ്റ്റ് ഒന്ന് ഓർത്തിട്ടുണ്ടായിരിക്കും. മാമിന്റെ ഐബോൾ മൂവ്മെന്റ്സ് ലെഫ്റ്റ് സൈഡിലോ, ലൈക്ക് മാം റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെനിയാനത്തതാണ് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് മാം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി മേളിലോട്ട് നോക്കി. ഇതേപോലെ ഇങ്ങനെ മേളിലോട്ട് നോക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ ഡേറ്റ നമ്മൾ ഇപ്പൊ ഫെച്ച് ചെയ്ത് എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രീ കോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മാം പറഞ്ഞതുപോലെ ഒരു ചലനവും ഇല്ലാത്ത ഒരു മൈൻഡായിട്ട് നമുക്ക് പറയാം. എന്നാൽ അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സേവായി കിടക്കുന്നത്. നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളും
നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ മാറ്റിവെച്ച ആഗ്രഹങ്ങളും പിന്നെ നമ്മൾ മറന്നുപോയ കാര്യം, നമ്മുടെ 3 വയസ്സിന്റെ താഴെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ കാണത്തില്ല അല്ലെ. പക്ഷെ അതൊക്കെ നടക്കാത്ത കാര്യങ്ങളായിരിക്കുമോ? അല്ല, അതെല്ലാം നടന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം എവിടെയാ സേവ് ആയിരിക്കുന്നത്? അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്ന് സേവ് ആയി കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ബുക്കുണ്ട്, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഈ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ തോന്നുന്നു, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. നല്ലൊരു ബുക്കാണ്, ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്, നല്ലൊരു ബുക്കാണ്. ഈ ബുക്കിൽ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങള് നമുക്ക് ഡ്രീമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പുള്ളി പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാല് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെല്ലാം ബസ്സിൽ സഞ്ചരിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് ആ ബസ്സിൽ നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ മേളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും കാണുന്നത്? നമ്മൾ ആദ്യത്തെ ഒരു 3-4 പേരെ നമ്മൾ കാണുമായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ വിട്ടേക്കും. പക്ഷെ നമുക്ക് അതിനകത്തുള്ള ആരെയും ഓർമ്മ കാണത്തില്ല. പക്ഷേ ആ നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഈ ബസ്സിനകത്തുള്ള ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയും ചിലപ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ വരും എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. കാരണം നമ്മുടെ മൈൻഡ് അത്ര പവർഫുൾ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടുവിട്ടാൽ പോലും നമ്മുടെ മൈൻഡ് ആ ആൾക്കാരെ സേവ് ചെയ്ത് വെക്കും എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള മൈൻഡാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അവകാശപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹിപ്നോട്ടിക് സെഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മൈൻഡിലോട്ട് എന്നാണ് നമ്മൾ ഹിപ്നോട്ടിക് സെഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ കോൺഷ്യസ് മൈൻഡിൽ ചെന്നിട്ടാണ് നമ്മൾ ഹിപ്നോട്ടിക് സെഷൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ച് നമുക്ക് വേണ്ടതും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഫോൾഡർ പോലെ അടുക്കി വെച്ചേക്കുന്ന ഒരു മൈൻഡാണ് ശരിക്കും പ്രീ കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. ശരിക്കും ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിക്കാം. കാരണം ഇതിന് ശേഷം വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10 സെക്കൻഡ് ടൈം തരാം, ആർക്കാണെങ്കിലും ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ല, ക്ലിയർ ആയി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്തത് പോകുന്നു. ഇതാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ഈ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനുഷ്യർക്ക് 3 തരത്തിലുള്ള മനസ്സ് ഉണ്ട് എന്നാണ് ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഐഡി എന്നുള്ളത് ഇതാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. നമ്മളെല്ലാവരും ഈഗോ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് വേറൊരാളോട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഈഗോ. അവനുണ്ട് എനിക്കില്ല എന്നുള്ള ഒരു തോട്ടായിരിക്കും ചിലപ്പോ ഈഗോ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ളത് അങ്ങനെ അല്ല ശരിക്കും ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു മലയുടെ ഏറ്റവും മേളത്തെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് കോൺഷ്യസ് മൈൻഡ്. അതിന്റെ തൊട്ട് താഴത്തെ പോർഷനായിട്ട് പറഞ്ഞേക്കുന്നത് പ്രീ കോൺഷ്യസ് മൈൻഡും ഉള്ളിലോട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്ന അൺകോൺഷ്യസ് മൈൻഡുമായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതിൽ നിങ്ങൾ കണ്ടാ അറിയാം, സൂപ്പർ ഈഗോ ഫ്രം ദ ടോപ്പ് ടു എൻഡ് ലെഫ്റ്റ് സൈഡിൽ സൂപ്പർ ഈഗോ ഉണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഈഗോയ്ക്കും സൂപ്പർ ഈഗോയ്ക്കും ഇടയിലായിട്ട് കുറച്ച് പോർഷൻ താഴെയുണ്ട്. ഈഗോ വന്നിട്ട് മേളിലെ കുറച്ച് പോർഷനിൽ മാത്രമായിട്ട് ഉണ്ട്. എന്ന് പറഞ്ഞാല് ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡും പ്രീ കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് 3 മൈൻഡുമായിട്ട് ഡിഫൈൻ ചെയ്ത് കിടക്കുന്നതും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞുതരാം. ഒരു ന്യൂ ബോൺ ബേബിയെ കൺസിഡർ ചെയ്ത് നോക്കും. ഒരു ന്യൂ ബോൺ ബേബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയും. ഒരു എന്താ പറയാ, ജനിച്ചൊരു 2 മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയായ കുട്ടി ഭയങ്കരമായിട്ട് കരയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഫീഡ് ചെയ്യണം. ആ കുഞ്ഞിനെ നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞ് റിലാക്സ് ചെയ്ത് ഓക്കെ ആവും അല്ലെ. ഇതാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഡൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട ഒരു ഇതാണ് ഇതെന്ന് പറയുന്നത്. പ്ലഷർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള ലൊക്കാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ, അമ്മയ്ക്ക് ഇപ്പൊ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നോ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അമ്മയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നോ, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ അമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതിന് ചോദിച്ച കാര്യം ഇപ്പൊ നടക്കണം. ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാല്. എന്താണ് പ്ലഷർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന സഡൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോൺഷ്യസും പ്രീ കോൺഷ്യസും അൺകോൺഷ്യസും എല്ലാ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർ ഈഗോ എന്തുവാണ്? ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എല്ലാ നമ്മുടെ സൊസൈറ്റിയുമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതും ഒരു സെക്കൻഡ് റീതിങ്ക് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങത്തുള്ളൂ. അത് ഞാനൊരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞുതരാം. അതിനുശേഷം വരുന്നതാണ് ഈഗോ. എപ്പോഴും നമ്മുടെ മനസ്സിലൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും, അല്ലെ? അത് ചെയ്യണോ, അത് ചെയ്താൽ ശരിയാവോ, അത് ചെയ്താൽ ശരിയാവില്ലേ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കും, നമുക്കത് ചെയ്യാം എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കും. ആ എടുക്കുന്ന തീരുമാനമാണ് ഈഗോ. അത് ആരാണ് എടുക്കുന്നത്? ഈഗോ ആണ് ആ തീരുമാനം എടുക്കുന്നത്. അതാണ് ജഡ്ജ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. ഞാൻ ഇതൊരു കുഞ്ഞ് എക്സാമ്പിളിൽ കൂടെ മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. ടീനേജ് കുട്ടികള് പൊതുവെ ഇപ്പൊ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും സ്കൂള് കഴിഞ്ഞിട്ടാണെങ്കിലും ടീനേജ് കുട്ടികള് വന്ന് ഇപ്പോ നമ്മളൊക്കെ കാണാറില്ലേ, ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ട്യൂഷൻ ക്ലാസ്സിന്റെ ഫ്രണ്ടില് കുട്ടികൾ നിപ്പുണ്ടായിരിക്കും. നിന്നിട്ട് പോകുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കുമായിരിക്കും. അപ്പൊ ഒരു പയ്യൻ കമന്റ് അടിച്ചിട്ട് വെറുതെ അവിടെ നിന്നു. ഒരു പയ്യൻ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ നിപ്പുണ്ട്. ഒരു പയ്യൻ ആ പെൺകുട്ടിയെ ചെന്ന് ടച്ച് ചെയ്തു. ഓക്കെ, ഇങ്ങനെ 3 സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. 3 പയ്യന്മാർ അവിടെ നിപ്പുണ്ട്. ഒരു പെൺകുട്ടി അതിൽ കൂടെ നടന്നുപോയി. ഒരു പയ്യൻ അവിടെ ഇരുന്ന് ആ പെൺകുട്ടിയെ ടീസ് ചെയ്തു. വേറൊരു പയ്യൻ ആ പെൺകുട്ടിയെ ചെന്ന് ടച്ച് ചെയ്തു. വേറൊരു പയ്യൻ അവിടെ തന്നെ നിപ്പുണ്ട്. ശരിക്കും ഇതിലെ ഏതായിരിക്കും? ആ ടച്ച് ചെയ്ത പയ്യൻ ഏതായിരിക്കും? ആ ടച്ച് ചെയ്ത പയ്യൻ ശരിക്കും ഇതാണ്. ആ പയ്യന്റെ ഇതാണ് അവിടെ വർക്ക് ചെയ്തത്. അവന് സഡൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ആ പയ്യൻ ആ പെൺകുച്ചിനെ ടച്ച് ചെയ്യണം എന്നൊരു തോട്ട് വന്നു. ആ തോട്ട് വന്നപ്പോഴത്തേക്ക് അവൻ ഉടനെ ചെന്ന് ആ പെൺകുട്ടിയെ ടച്ച് ചെയ്തു. അപ്പോ പ്ലഷർ പ്രിൻസിപ്പിളും സഡൻ സാറ്റിസ്ഫാക്ഷനും കിട്ടാൻ വേണ്ടിയിട്ട് ആ പയ്യൻ അത് ആക്ട് ചെയ്തു. ആ പയ്യന്റെ ഇതാണ് അവിടെ വർക്ക് ആയത്. അതേസമയം മറ്റേ പയ്യൻ അവിടെ ടീസ് ചെയ്തിട്ട് മിണ്ടാതെ അവിടെ നിന്നു. അതെന്തുവാണ്? അത് ശരിക്കും സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ സൊസൈറ്റിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എതിരാണ്. ആ റൂൾസ് ഇപ്പൊ നമ്മൾ പെൺകുട്ടിയെ ചെന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലീഗലി കേസസ് ഉണ്ടാവും, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അത് ചെയ്യുന്നത് തെറ്റാണ്, അത് ഒരാളുടെ മോളാണ് എന്നൊക്കെ തിങ്ക് ചെയ്ത് അയാൾ അവിടെ നിപ്പുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ലീഗൽ സൈഡ്, സോഷ്യൽ സൈഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അയാൾ അവിടെ നിപ്പുണ്ട്. ഇതാണ് സൂപ്പർ ഈഗോ. ഓക്കെ, അപ്പോ ഇതും ഈ സൂപ്പർ ഈഗോ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ 2 ഫ്രണ്ട്സും തമ്മിൽ പറയും, എടാ ഞാൻ ആ പെൺകൊച്ചിനെ തന്നെ ടച്ച് ചെയ്യും. അപ്പൊ ഈ പയ്യൻ പറയും, എടാ അങ്ങനെ ടച്ച് ചെയ്യരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അതിനെ സമ്മതിക്കത്തില്ല, നിനക്കെതിരെ കേസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോ മൂന്നാമത് നിൽക്കുന്ന ഫ്രണ്ട്, അയാളാണ് ഈഗോ. അയാൾ പറയും, എടാ അത് അങ്ങനെ ചെയ്യരുത്. അപ്പൊ അതാണ് ഫൈനൽ ഡിസിഷൻ. ഓക്കെ, അപ്പൊ ആ ഫൈനൽ ഡിസിഷനിൽ എന്ത് സംഭവിക്കും? അത് ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിക്കപ്പെടും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിള്, നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു വലിയ കേസാണ് ഡൽഹി പീഡന കേസ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു 17 വയസ്സ് പയ്യനാണ് ആ പെൺകുട്ടിയെ ഏറ്റവും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തത്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ബസ്സിൽ റേപ്പ് ചെയ്ത ഒരു കേസാണ്. ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തത് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യനാണ്, 17 വയസ്സായ പയ്യനാണ്. എന്തുകൊണ്ടായിരിക്കും എന്ന് ഇതിനകത്ത് ആർക്കെങ്കിലും പറയാവോ? 10 സെക്കൻഡ് ടൈം തരാം. ആർക്കെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാവോ? കിട്ടേണ്ട ഒരു കാര്യമായതുകൊണ്ടാണോ? എന്താണ് മാം? ആലിയ മാം? ഉടനടി സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട ഒരു കാര്യമായതുകൊണ്ടാണോ ഇതില് വരുന്ന? അതിനകത്ത് ഇടാവും കാരണം പ്ലഷർ കിട്ടാൻ വേണ്ടി ഒരു സൂപ്പർ ഈഗോയോ അല്ലെങ്കിൽ ഈഗോയോ വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി കാണില്ല. ഇടാവും അവനിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനും സൂപ്പർ ഈഗോയ്ക്കും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ ആ കോൺഫ്ലിക്റ്റിൽ ഈഗോ ആയിരിക്കും എന്ത് ചെയ്യുന്ന ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോ ഇതിന്റെ ആ പയ്യന്റെ അന്ന് ആ റേപ്പ് ചെയ്യണം എന്ന് ആ പയ്യൻ തീരുമാനിച്ചപ്പോ എന്തുകൊണ്ട് ആ പയ്യന്റെ ഈഗോയും സൂപ്പർ ഈഗോയും വർക്കായില്ല എന്ന് ചിന്തിച്ചപ്പോ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്ലഷർ പ്രിൻസിപ്പിൾ വർക്കാവുന്ന സമയത്ത് ഈഗോയും സൂപ്പർ ഈഗോയും വർക്കാവാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഏതാണ് ആ സിറ്റുവേഷൻസ് എന്ന് അറിയാവോ? ഒന്നില്ലെങ്കിൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ അഡിക്റ്റ്, ഡ്രഗ് അഡിക്റ്റ്, ഇല്ലെങ്കിൽ പ്രോൺ വീഡിയോസിൽ അഡിക്റ്റ് ആവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈഗോയും സൂപ്പർ ഈഗോയും വർക്കാവാതെ വരുന്നത്. അപ്പൊ നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾസ് മാത്രമേ വർക്കാവത്തുള്ളൂ. ഇപ്പോ ഇതിനകത്തുള്ള ഓരോ പാരന്റ്സിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനും ആർക്കാണെങ്കിലും എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ വാശി പിടിച്ച് കരയുന്നത് എന്നുള്ളത് മനസ്സിലാവില്ലേ?
ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനിച്ച കുഞ്ഞിനെ മുതല് ആ കുഞ്ഞിന് 3 വയസ്സ് വരെ ആ കുഞ്ഞിന് ഇത് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ആ കുഞ്ഞിന് ഈഗോ ഇല്ല, സൂപ്പർ ഈഗോ ഇല്ല. ആ കുഞ്ഞ് കാണുന്നതെല്ലാം എനിക്ക് ആ ടോയ് വേണം, ആ ടോയ് വേണം, അത്രേ ഉള്ളൂ. ആ ടോയ് കിട്ടിയേ പറ്റൂ. അതിനകത്ത് മക്കൾ ആ ടോയ് എനിക്ക് വാങ്ങിച്ചു തരാനുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്കില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഒരു കുഞ്ഞിന് ചെവിരിൽ പടം വരയ്ക്കണം. പടം വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പാരന്റ്സ് എന്താണ് ചെയ്യുന്നത്, ആ ചെവിരിൽ പടം വരയ്ക്കുമ്പോൾ നമ്മൾ ആ പയ്യനെ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ട് ചെവിരിൽ പടം വരയ്ക്കരുത് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവന്റെ ഇത് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചെവിരിൽ പടം വരച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവന് ഡ്രോ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കോൺസെപ്റ്റ് അറിയാവുന്ന പാരന്റ്സ് എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഇത് വർക്ക് ആവാൻ വേണ്ടിയിട്ട് ആ പയ്യന് പടം വരച്ചേ പറ്റത്തുള്ളൂ. സോ ഹി നീഡ് എ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ. നമ്മൾ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ കൊടുക്കും. നമ്മളൊരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ആ പയ്യന്റെ അടുത്ത് ഈ പേപ്പറിൽ വേണം നമ്മൾ പടം വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ അവൻ ഇവിടെ പടം വരയ്ക്കുകയും ചെയ്യും, അവന്റെ ഇത് സാറ്റിസ്ഫൈ ആവുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെ 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് 3 വയസ്സ് കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് സൂപ്പർ ഈഗോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതെങ്ങനെയാ നമുക്ക് ഓർത്തു നോക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ 3 വയസ്സിന് ശേഷമായിരിക്കും കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിൽ ചേർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കിൻഡർ ഗാർഡനിലോ ഇവിടെയൊക്കെ നമ്മൾ ചേർക്കുന്നത്. അപ്പൊ അവർ സോഷ്യലുമായിട്ട് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് അവർ കുറച്ചുകൂടെ മെർജായി വരുമ്പോഴത്തേക്ക് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളവർ അവർ പഠിച്ചു വരും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ആക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അവർ ഈഗോ ഡെവലപ്പായി തുടങ്ങുമ്പോഴത്തേക്ക് അവർ തന്നെ ചിന്തിച്ചു തുടങ്ങും, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ, എന്താണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് വരുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നാണ് ഈ 3 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളുടെ ഒരു കാര്യവും മനസ്സിലാക്കാതെ അവൻ കിടന്ന് വാശി പിടിച്ച് കരയുന്നു, വാശി പിടിച്ച് ചെയ്യുന്നു, നമ്മൾ അവരെ കുറച്ച് അടിച്ചും ബഹളം വെച്ചും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നില്ല. അതാണ് അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം. അപ്പൊ ഇതാണ് ആ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളത്. അപ്പൊ ഇതിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10 സെക്കൻഡ് ഞാൻ ടൈം തരാം, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. നോ സർ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു നിഷാന മാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. നമുക്ക് എല്ലാവർക്കും പുള്ളി സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച അന്ന് തൊട്ട് നമുക്ക് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടായിരിക്കും. അത് പല ഏജിൽ പല തരത്തിലാണ് വരുന്നതെന്നാണ് ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ലിബിഡോ എന്ന് പറഞ്ഞൊരു എനർജി ഉണ്ട്. ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ എനർജി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് എല്ലാ ഏജസിലും നമ്മളിൽ പാസ് ചെയ്തു പോകുന്ന ഒരു തരം എനർജിയാണ് ഈ ലിബിഡോ എന്ന് പറയുന്നത്. ശരിക്കും സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റേജ് ആണ്. ബർത്ത് ടു 1 ഇയർ, ഇതാണ് ശരിക്കും ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ 6 മാസം വരെ കുഞ്ഞിന് പാല് മാത്രമേ കൊടുക്കാവൂ എന്ന് നമ്മൾ കേട്ടിട്ടുമുണ്ട്, നമ്മൾ ചെയ്തിട്ടുമുണ്ട്, അല്ലെ? അപ്പോ എന്താണ് ഈ കുഞ്ഞിന്റെ ഓറൽ സ്റ്റേജ്? ഈ ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മൾ പാല് കൊടുക്കുന്ന ആ കുഞ്ഞിന്റെ മൗത്താണ് എറോജീനിയസ് സോൺ എന്ന് പറയും. ഈ എറോജീനിയസ് സോൺ എന്ന് പറയുന്നത് ആ കുഞ്ഞിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട സ്ഥലത്തെയാണ് നമ്മൾ എറോജീനിയസ് സോൺ എന്ന് പറയുന്നത്. അപ്പോ ഓറൽ സ്റ്റേജിൽ ഏതായിരിക്കും എറോജീനിയസ് സോൺ? എറോജീനിയസ് സോൺ മൗത്ത് ആണ്. അപ്പൊ ആ കുഞ്ഞിന് പാല് കിട്ടണം. അപ്പൊ ആ കുഞ്ഞിന്റെ മൗത്തിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ആ കുഞ്ഞിന് എന്ത് കിട്ടത്തുള്ളൂ? സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ശരിക്കും ഈ 5 സ്റ്റേജസിൽ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 ആണ്, 0 to 1 ഇയർ. അപ്പൊ ഈ ഓരോ സ്റ്റേജസിലും കിട്ടേണ്ട ചില സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ട്. ഈ സാറ്റിസ്ഫാക്ഷൻസ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടി വേണം ഈ കുഞ്ഞുങ്ങളുടെ സ്റ്റേജ് 5 എത്താൻ. ഇല്ലാത്ത പക്ഷം ഇപ്പൊ ഓറൽ സ്റ്റേജിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഓറൽ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. അപ്പൊ നമ്മുടെ അമ്മമാര് ചിലപ്പോൾ പാല് കൊടുക്കാതെ ഈ കുഞ്ഞിനെ ചിലപ്പോൾ ഫീഡ് ചെയ്യാതെയൊക്കെ ഇട്ടിട്ട് നമ്മൾ സോളിഡ് ഫുഡ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 6 മന്ത്സിന് താഴത്തെ കാര്യമാണ്, സോളിഡ് ഫുഡ്സ് ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ ഓറൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, അതേസമയം ഈ ചില അമ്മമാര് 6 മന്ത്സിന് ശേഷവും ഓവറായിട്ട് നമ്മുടെ ഹാർഡ് ഫുഡ്സ് കൊടുക്കാതെ വീണ്ടും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓവർ ഫീഡിങ് ആയി പോകും. ഇത് രണ്ടും ദോഷമാണ്. ഇതെല്ലാം ഒരു ബാലൻസിങ് ഫാക്ടറിൽ വേണം നമുക്ക് പോകേണ്ടതായിട്ട്. ശരിക്കും പറഞ്ഞാല് ഇൻ കേസ്
ഇപ്പൊ ഒരു അമ്മ പാല് കൊടുക്കാതെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഓറൽ സ്റ്റേജ് കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവാത്തപ്പോ അതിനകത്ത് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയോ? ചില സമയത്ത് നമ്മുടെ കുട്ടി അഗ്രസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫ്യൂച്ചറിൽ ആ കുഞ്ഞ് അഗ്രസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഒരുപാട് സമയം ഇരുന്ന് നഖം കടിക്കും. ഈ നഖം കടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് ആ കുഞ്ഞിന്റെ ലൈഫിൽ നമ്മൾ കുഞ്ഞിലെ സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ്. ഇൻ കേസ് ഒരു അമ്മ 6 വയസ്സിന് ശേഷവും ഓവറായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും അറിയോ? ആ പയ്യൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയി പോകും. ആ പയ്യനോ പെൺകുട്ടിയോ ഡിപ്പെൻഡന്റ് ആയി പോയി. എല്ലാ കാര്യത്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ ആ പയ്യന് വരും. ഇതെല്ലാം നടക്കുന്നത് പാരന്റിങ്ങിൽ നിന്നാണ്. അത് നമുക്ക് ലാസ്റ്റിലോട്ട് വരാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനൽ സ്റ്റേജ് ആണ്. ഈ ആനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞുങ്ങള് ഒരു 2 വയസ്സ് 1 വയസ്സ് to 3 വയസ്സിന്റെ ഇടയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പോട്ടി ട്രെയിനിങ് പഠിപ്പിക്കുന്നത്. നമ്മൾ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ അന്ന് വരെയൊക്കെ ബെഡിൽ യൂറിൻ പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു 1.5 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആവുന്ന സമയം നമ്മൾ എന്ത് പറയും? ബെഡിൽ യൂറിൻ പോകരുത്, യു ഷുഡ് യൂസ് ദ ബാത്റൂം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങി. ആ ഒരു സ്റ്റേജ് ആണ് ആനൽ സ്റ്റേജ്. അപ്പൊ ഈ ആനൽ സ്റ്റേജിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏതിലായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്നതിൽ, നമ്മൾ ടൈമിന് പോട്ടി പോകാൻ പഠിപ്പിക്കുന്നത്, ഇതിലൊക്കെയാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഇത് കവർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓറൽ സ്റ്റേജ് സാറ്റിസ്ഫൈ ചെയ്യാതെ നമ്മൾ അടുത്ത സ്റ്റേജിൽ പോയാൽ എന്ത് സംഭവിക്കും? അതേപോലെ ആനൽ സ്റ്റേജിൽ നമ്മൾ ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാതെ നമ്മൾ അടുത്ത സ്റ്റേജിൽ പോയാൽ ആ കുട്ടിക്ക് എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും എന്നറിയോ? ആ കുഞ്ഞിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാവത്തില്ല. ഒരു കാര്യത്തിലും അടുക്കും ചിട്ടയോടെ ആ കുട്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. എല്ലാ കാര്യവും ഭയങ്കര ലേസിനെസ് ആയിട്ടും ഒന്നും ഒരു കൃത്യനിഷ്ഠയോടെ ചെയ്യാനായിട്ട് ആ പയ്യന് പറ്റത്തില്ല. അത് നമ്മൾ ഇവിടെ ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ പയ്യന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരുപാട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞിന്റെ ക്യാരക്ടർ ഫോർമേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ആനൽ സ്റ്റേജിന്റെ എറോജീനിയസ് സോൺ വന്നിട്ട് ബോവലാണ്. നമ്മൾ യൂറിൻ കൺട്രോൾ ചെയ്യുക, ബ്ലാഡർ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് ആനൽ സ്റ്റേജിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഫാലിക് സ്റ്റേജ് ആണ്. ഓക്കെ, ഈ ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മുടെ സെക്ഷൽ ഓർഗൻസിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. വൈ ഷീ ഈസ് ലൈക്ക് എ ഫീമെയിൽ, വൈ ഹീ ഈസ് ലൈക്ക് എ മെയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് 3 വയസ്സ് to 6 വയസ്സിന്റെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബോയ്സിനെയും ഗേൾസിനെയും ഡിഫൈൻ ചെയ്ത് പുള്ളി പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരുപാട് ചോദ്യം ചെയ്തതും പിന്നെ അതിനൊരുപാട് അതിനേക്കാളും നല്ല റീസൺസും കിട്ടിയ കാര്യങ്ങളുണ്ട്. അത് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തടുത്ത സെഷൻസിലേക്ക് നമുക്ക് പോവാം. ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഇതിനകത്ത് സെക്സ് ഓർഗൻസിനെ പറ്റിയിട്ട് കുഞ്ഞുങ്ങൾ ഡിഫൈൻ ചെയ്ത് തുടങ്ങും. എന്ന് പറഞ്ഞാൽ മെയിൽ ആണെന്ന് മനസ്സിലാക്കി തുടങ്ങും, ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ വരുമ്പോ ഇതിനകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിന് ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗേൾസിനെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബോയ്സിനെ ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുള്ളപ്പോ എന്താണ് ഈ ഒഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത് അറിയാവോ? ഈ ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ബോയ്സിന് ഈ ഒരു ഏജിന്റെ ടൈമിൽ ശരിക്കും അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഓക്കെ, അതേസമയം അച്ഛനോട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു അകൽച്ച കാണിക്കുന്ന ഒരു ഏജ് ആയിരിക്കും. അമ്മയുടെ സ്നേഹം തനിക്ക് മാത്രം കിട്ടണം, മോന് മാത്രം കിട്ടണം, അച്ഛന് കിട്ടരുത്, അച്ഛൻ കാരണമാണോ എനിക്ക് അമ്മ സ്നേഹം തരാത്തത് എന്നൊക്കെ ഉള്ള തോട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് 3, ഈ 3 to 6 ഇയേഴ്സ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് മാത്രമല്ല, അച്ഛൻ എന്നെ പണിഷ് ചെയ്യോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പണിഷ് ചെയ്യോ എന്നൊക്കെ തോന്നുന്ന ഒരു ഏജും കൂടെയാണ്. അച്ഛനോട് ഒരു ഡിറ്റാച്ച്മെന്റ് എന്ന് ഞാൻ പുള്ളി പറയുന്നില്ല, അവരുമായിട്ട് ഒരു ചെറിയ അകൽച്ച കിട്ടാനുള്ള ഒരു ഏജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 3 to 6 ഇയേഴ്സ്. പക്ഷേ ഈ ഗേൾസിനെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന ഗേൾസിനെ ശരിക്കും പറഞ്ഞാൽ അതേസമയം അച്ഛനോട് സ്നേഹം കൂടുന്ന ഒരു സമയമാണ്. അച്ഛനോടുള്ള സ്നേഹം പെൺകുട്ടികൾക്ക് കൂടുന്ന ഒരു ഏജ് ആണ് ഈ 3 to 6 ഇയേഴ്സ്. പക്ഷെ അവർക്ക് ബോയ്സിനെ പോലെ അച്ഛനോട് മാത്രം സ്നേഹമുണ്ട്, അതുകൊണ്ട് അമ്മയോട് സ്നേഹമില്ല, അങ്ങനെ ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ
അച്ഛൻ അമ്മയുടെ കൂടുതൽ സ്നേഹം കാണിക്കും, അങ്ങനെയൊന്നും അവർക്കില്ല. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് ഭയങ്കര സ്നേഹമായിരിക്കും, അമ്മയോട് കുറച്ച് സ്നേഹം കുറവായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഗേൾസിന് വരുന്നത്. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ റിസർച്ചിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് ആ സമയത്തുണ്ടാകുന്ന അച്ഛനോടുണ്ടാകുന്ന സ്നേഹം അവർക്ക് ലൈഫ് ലോങ് അച്ഛനോട് ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ശരിക്കും ഒഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിന്റെ എറോജീനിയസ് സോൺ എന്താണ്? ശരിക്കും ജെനിറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ സെക്സ് ഓർഗൻസ് ആണ് ശരിക്കും ഇതിന്റെ എറോജീനിയസ് സോൺ. എന്താണ് അവർ മനസ്സിലാക്കുന്നത്? അവര് ഓർഗൻസിനെ പറ്റിയുള്ള ഡിഫറൻസിയേഷൻ ആണ് അവര് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ലാറ്റൻസി സ്റ്റേജ്. ഈ ലാറ്റൻസി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ലാറ്റൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 6 years to puberty. ഈ നമ്മൾ വയസ്സിന് വരിക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ശരിക്കും 6 വയസ്സ് തൊട്ട് വയസ്സിന് വരിക എന്ന് പറയുന്ന ആ ഒരു മെച്യൂരിറ്റി ഏജ് വരുന്ന ആ ഒരു ഏജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്റൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് ഒരു തരത്തിലുള്ള സെക്ഷൽ ഫീലിങ്സും ആർക്കും ഉണ്ടാകത്തില്ല. ശരിക്കും അവർ കുറച്ചുകൂടെ സോഷ്യൽ സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് റിലേഷൻഷിപ്സിലോട്ട് നമ്മള് കുഞ്ഞുങ്ങളെ എന്തോ സ്കൂളിൽ ചേർക്കുന്ന പ്രായം, അപ്പൊ അവര് കുറച്ചുകൂടെ സോഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചു വരുന്ന ഒക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് അവർക്ക് സൂപ്പർ ഈഗോ അവർക്ക് സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ സൂപ്പർ ഈഗോ കുറച്ചുകൂടെ സോഷ്യൽ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് സ്ട്രെങ്തൻ ആവുന്ന സമയമാണിത്. ഓക്കെ, പിന്നെ ഇതിന്റെ എറോജീനിയസ് സോൺ ഏതാണെന്ന് അറിയോ? ഇതിന്റെ എറോജീനിയസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കുറച്ചുകൂടെ അടുപ്പം അവർക്ക് കൂടും. അതാണ് അവരെ എറോജീനിയസ് സോൺ. അപ്പൊ നമ്മൾ ആ സൊസൈറ്റിയിൽ നമ്മൾ ഈ പിള്ളേരെ പിടിച്ച് വീട്ടിനകത്ത് പൂട്ടിയിടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഏജ് ആണ് ശരിക്കും ഈ 6 to puberty എന്ന് പറയുന്നത്. പിള്ളേരെ കളിക്കാൻ വിടണം. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ചെയ്യാതെ പോകുന്നതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പണ്ട് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പുറത്ത് വിടും, അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് ഒരുപാട് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഗ്രൗണ്ട് ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഇതേപോലെ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അവരെ സോഷ്യൽ ആക്ടിവിറ്റികൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ സോഷ്യൽ ആക്ടിവിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അവരെ ലാറ്റൻസി സ്റ്റേജിന്റെ അകത്ത് അവർക്ക് കിട്ടേണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതെ വരും. ഓക്കെ, ഇനി ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്യൂബർട്ടി ടു ഡെത്ത്. നമ്മൾ പ്യൂബർട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെത്ത് വരെ അവിടെ അവിടുത്തെ എറോജീനിയസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂർ സെക്സ് ഇൻട്രസ്റ്റ് ആണ് ശരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മെച്യൂരിറ്റി വന്നതിന് ശേഷമായിരിക്കും നമുക്ക് സെക്ഷൽ ഹോർമോൺസിന്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് സെക്സിനോടൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടായി വരും. ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. ഇതാണ് ശരിക്കും സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റില് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ശരിക്കും. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ഞാൻ തരാം, ചോദിക്കാം. സർ എക്സ്ക്യൂസ് മീ സർ, പറഞ്ഞോളൂ ജെറി. ഈ ഫാലിക് സ്റ്റേജിൽ ഏതാണ് ആ എറോജനിയസ് സോൺ വരുന്നത്? ഫാലിക് സ്റ്റേജിലല്ലേ ചോദിച്ചേ? അതെ സർ, അതെ. അത് ഞാൻ പറഞ്ഞല്ലോ, സെക്ഷൽ ഹോർമോൺസ് ആണ് അവരത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമല്ലോ. നമ്മള് ആ സമയത്ത് ആൺകുട്ടി എന്താണ് പെൺകുട്ടി എന്താണ് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, മെയിൽ ഫീമെയിലിന്റെ ഡിഫറൻസസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് അവര് തന്നെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു സഹോദരിയായിട്ടുള്ള ഒരു വീടില് അവര് തന്നെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു ഏജ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ചൈൽഡ് ആയിട്ട് ഇരിക്കുന്നവരോട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണം ചെയ്യാൻ അവരുടെ സെക്ഷൽ ഹോർമോൺസിന്റെ ഡിഫറൻസുകൾ. ഇനി വന്നു കഴിഞ്ഞാൽ സോഷ്യൽ റിലേഷൻ ആണോ സാറേ ഉദ്ദേശിച്ചേ? കേട്ടില്ല മാം. സോഷ്യൽ റിലേഷൻ ആണോ സാർ ഉദ്ദേശിച്ചേ? ഫാലിക് സ്റ്റേജിലാണോ മാം? സാറേ ഈ തേർഡ് സ്റ്റേജില് സോഷ്യൽ റിലേഷൻ മനസ്സിലാകുന്നെന്നാണോ സാർ ഉദ്ദേശിച്ചത്? സോഷ്യൽ സ്റ്റേജ് അല്ല മാം, ജെനിറ്റിയൽ സ്റ്റേജ് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതാണ് അവർ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഗേൾസ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബോയ്സ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ജെനിറ്റിയൽ സ്റ്റേജസ് മനസ്സിലാക്കുന്ന ഏജ് ആണ് ഈ ഫാലിക് സ്റ്റേജ്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആ സ്റ്റേജിലാണ്. ഓക്കെ, ഇനി എനിക്ക് ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ജോസഫ് മർഫിയുടെ ഒരു ബുക്ക് ഉണ്ട്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. എനിക്കൊന്ന് വളരെ തുച്ഛമായ റേറ്റ് ആണ്, 99 rupees എന്തേ ഉള്ളൂ ഈ ബുക്കിന്റെ വില. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ച് ഒന്ന് വായിക്കാൻ ട്രൈ ചെയ്യണം.
അത്ര നല്ല ബുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ലൈഡിൽ ആഡ് ചെയ്തത്. ഇനി എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹിപ്നോട്ടിക് സെഷൻ ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ശരിക്കും ഒരു മനുഷ്യൻ ഒരേ സമയം ഒരു ദിവസം 2 തവണ ഈ ഒരു ഹിപ്നോട്ടിക് പീരീഡിൽ കൂടെ കടന്നു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പറയുന്ന ആ ഒരു ഹിപ്നോട്ടിക് സെഷന് നമ്മൾ ആ ആളെ പ്രാപ്തിയാക്കി എടുക്കുന്ന ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ട്രാൻസ് എന്നുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ട്രാൻസ് പീരീഡ് എന്ന് നമ്മൾ പറയും. ഈ ട്രാൻസ് പീരീഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ ദിവസവും 2 തവണ കടന്നു പോകും. എല്ലാവർക്കും കമ്പയർ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളൊന്ന് ഉറങ്ങാൻ കിടന്ന് നമ്മൾ പക്ഷെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകത്തുമില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും ഇതൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മളെല്ലാം കടന്നു പോയിട്ടുണ്ടായിരിക്കും, നമ്മളെല്ലാം കടന്നു പോകുന്നുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ കിടക്കുമ്പോഴേ നമ്മളെ പറ്റി ആരെങ്കിലും അപ്പുറത്ത് അനാവശ്യം പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടായിരിക്കും കിടക്കുന്നത്, പക്ഷെ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഓർക്കുന്നത്, അല്ലെ? ഈ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ട്രാൻസ് എന്നുള്ളത്. ഈ പീരീഡിലാണ് ശരിക്കും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു സെക്ടർ. അപ്പോ ഈ ഒരു സെക്ടറിൽ നമ്മുടെ പാരന്റ്സ് ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഉറക്കി കിടത്തിയിട്ട് ഇപ്പൊ അതൊരു 7-8 വയസ്സായ ഒരു പയ്യനോ പെൺകുട്ടിയോ ആയിക്കോട്ടെ, ഹസ്ബൻഡുമായിട്ടിരുന്ന് ഫോണിലോ എന്തിലോ ആയിക്കോട്ടെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും, ആ പയ്യനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും പറയും. തലയെറിച്ച ചെറുക്കൻ, അവനെ കൊണ്ട് വയ്യ, ഇന്ന് രാവിലെ തൊട്ട് അവൻ ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു, പക്ഷെ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ ഹസ്ബൻഡ് വൈഫിനോടോ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോ അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഈ പയ്യൻ ഇതെല്ലാം ട്രാൻസിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാൻസില് ആ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എത്തിക്കുന്ന അതേ ട്രാൻസില് നമ്മൾ ഇവിടെ പ്രോബ്ലംസ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവന്റെ ലൈഫിൽ ഞാൻ തലയെറിച്ച ചെറുക്കനാണ് അവൻ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇന്നലെ എക്സാം റിസൾട്ട് ഒക്കെ വന്ന സമയമാണ്. അപ്പൊ ഒരു കുഞ്ഞ് ഉറങ്ങി നമ്മുടെ അടുത്ത് കിടന്ന് ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒക്കെ നമ്മൾ പറയുകയാണ്, അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും അവനെ കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല, ഇവൻ വളരാനേ പോകുന്നില്ല, ഇവൻ നശിക്കാനേ പോകുന്നുള്ളൂ എന്നുള്ള കമാൻഡ് അവൻ ട്രാൻസിലിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ്. അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുഞ്ഞിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതങ്ങ് ഇറങ്ങി ചെന്നിട്ട് ഞാൻ നശിച്ചവനാണ്, എന്നെ കൊണ്ട് ഉയരാൻ പറ്റില്ല, എന്റെ ജീവിതം തീർന്നു എന്ന് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിച്ച് കൊടുക്കുക, അല്ലെ? ഇത് തന്നെ ഒരു എക്സാമ്പിൾ ഈ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട്. 18th സെഞ്ചുറിയിലൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ആ ടൈമില് നമുക്ക് അനസ്തേഷ്യ എന്ന് പറഞ്ഞ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യുന്ന സമയം തരുന്നൊരു മരുന്നാണ്, മെഡിസിനാണ് അനസ്തേഷ്യ, നമുക്ക് പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാല് അന്ന് ആ കാലഘട്ടത്തിലും ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അനസ്തേഷ്യ എന്ന് പറഞ്ഞ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ സമയത്തും ഓപ്പറേഷൻ ചെയ്യുന്ന വിത്തൗട്ട് പെയിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ശരിക്കും പറഞ്ഞാല് ഹിപ്നോട്ടിസം വഴി, ഹിപ്നോട്ടിസത്തില് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് നമുക്ക് പെയിൻ എടുക്കില്ല എന്നുള്ള ഹിപ്നോട്ടിക് സജഷൻസ് പറഞ്ഞ് നമ്മളെ ഹിപ്നോട്ടിസത്തിലോട്ട് കൊണ്ടുവന്ന് നമ്മളെ ട്രാൻസിൽ നിന്നും കടത്തി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ അതിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ വരുന്ന പെയിനിന്റെ കാര്യമൊക്കെ വേറെയാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് നമ്മൾ അത് അറിയില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡാണ് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് ശരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസിൽ വെച്ച് അവരോട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് തന്നെ ചെയ്യുന്ന തെറ്റല്ലേ? അതാണ് നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒരു ഹലോ സാർ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ, എന്നെ സംബന്ധിച്ചോളം ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദി ആ കുഞ്ഞിന്റെ പാരന്റ്സ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ആ തെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് നമ്മളാണ്, അല്ലെ? നമ്മളൊക്കെ കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കും. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരു സാധനം പിടിച്ചു വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ കാക്ക കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേ സാധനം ആ കുട്ടി വേറെ എവിടെയെങ്കിലും കണ്ടു കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്താണ് പറയുന്നത്? അച്ഛനും അമ്മയും എൻ്റെ എന്ന് മാറ്റി വെച്ച് അതിനെ തരാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വേർഡാണ് കാക്ക കൊണ്ടുപോയി എന്നുള്ളത്. ഇത് എന്റെ റിയൽ ലൈഫിൽ നിന്ന്, എന്റെ മോക്ക് 2 വയസ്സായി, എന്റെ മോളുടെ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ശരിക്കും ഈ
കാക്ക കൊണ്ടുപോയി എന്നുള്ളത്. ഞാൻ എന്റെ മോളുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ പറയും മക്കളെ ക്രോ കൊണ്ടുപോയി എന്ന് പറയും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം പുള്ളിക്കാരി ഒരു സാധനം എടുത്ത് കൈയുടെ ബാക്കിൽ ഒളിപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ക്രോ കൊണ്ടുപോയെന്ന്. അന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ കുഞ്ഞ് എന്നീന്നാണ് കള്ളം പറയാൻ പഠിക്കുന്നത്. പക്ഷെ അവളുടെ കയ്യിൽ ആ സാധനം ഉണ്ട്, പക്ഷെ എനിക്ക് തരാതിരിക്കാൻ വേണ്ടി അത് ക്രോ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ ചിന്തിച്ചു നോക്കിയപ്പോ ഞാനും ഇതാണ് കുഞ്ഞിനോട് ചെയ്തത്, ക്രോ കൊണ്ടുപോയി എന്നാണ് ഞാനും പറഞ്ഞത് അല്ലെ. അപ്പൊ അതാണ് പാരന്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക്. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് സത്യം പറയുന്നില്ല, നമ്മളാണ് കുഞ്ഞുങ്ങളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത്. ഇതേപോലെ റീസെന്റ് നടന്ന ഒരു എന്റെ മോളയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ഞാൻ ലുലു മോളിൽ, നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൽ ഞങ്ങൾ ചെന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് നിന്നപ്പോ അവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു സോണുണ്ട്. ആ ക്രിക്കറ്റ് കളിക്കാനുള്ള സോണിൽ ഞാൻ ഇന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഒരു നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു കമ്പി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ ഒരു കാല് മാത്രം അതിന്റെ മേളിൽ വെച്ചിട്ട് ഞാൻ നിൽക്കുക. ഞാൻ താഴോട്ട് നോക്കിയപ്പോ എന്റെ മോളും അതേപോലെ സെയിം എന്നെ പോലെ എന്റെ റൈറ്റ് ലെഗ് ഞാൻ അവിടെ വെച്ച് നിന്നു. എന്റെ മോളും അതേപോലെ റൈറ്റ് ലെഗ് എടുത്ത് അതിന്റെ മേളിൽ വെച്ചിട്ട് എന്റെ മോളും അവിടെ നിന്നു. ലൈക്ക് ഷീസ് കോപ്പിംഗ് ഫ്രം മീ. എന്നീന്ന് അവള് പഠിക്കുകയാണ്. ഞാൻ കാണിക്കുന്ന ഓരോന്നും ആ കുഞ്ഞ് കണ്ടു പഠിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ആ 17 വയസ്സ് പയ്യൻ അന്ന് ആ പെൺകുട്ടിയെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ പയ്യന്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്താഗതികൾ വിതച്ചത് ആരായിരിക്കും? ആർക്കെങ്കിലും പറയാവോ? പേരൻസ് ആയിരിക്കും. അതെ. അപ്പോ ശരിക്കും ആ പയ്യന്റെ പ്രശ്നമാണോ അല്ല ആ പാരന്റിങ്ങിന്റെ പ്രശ്നമാണോ? പാരന്റിങ്ങിന്റെ പ്രശ്നമായിരിക്കും അല്ലെ. അപ്പൊ ആ പാരന്റിങ്ങില് ഡൗട്ട് ഉണ്ട് സാറേ. നമ്മളിപ്പോ പേരന്റിങ്ങിൽ ഇപ്പൊ നമ്മുടെ കുട്ടികള് ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടമൊക്കെ ഉള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ അവരുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടുന്നു. സാർ പറഞ്ഞില്ലേ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ അവർ ചെയ്യുന്നത് എന്തും അറിയാതെ പോകുന്നു. അതൊരു പേരന്റിങ് അവിടെ ഒരു തെറ്റുകാരാകുന്നുണ്ടോ? ആ പാരന്റിങ് ഉറപ്പായിട്ട് മാം അതിൽ തെറ്റുകാരാകുന്നുണ്ട്. ഇപ്പോ ഒരു പയ്യന് ലഹരി വസ്തു ആദ്യമായിട്ട് കിട്ടുന്ന ദിവസം ആ പയ്യൻ എന്തായാലും ഒരു നല്ലൊരു ക്യാരക്ടറിൽ നിൽക്കുന്ന സമയത്തായിരിക്കും അവൻ ആദ്യമായിട്ട് ഒരു ലഹരി വസ്തു കിട്ടുന്നത്. അപ്പൊ പാരന്റിങ്ങില് അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും ഇത് വന്ന് പറയണം എന്നൊരു ഫ്രീഡം സ്പേസ് ഒരു പാരന്റ്സ് ആ കുഞ്ഞിന് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് ആ പയ്യൻ പറയുമായിരുന്നു ഇന്ന് എന്റെ ഫ്രണ്ട് എനിക്ക് ഇന്ന് ഈ സാധനം തന്നിരുന്നു എന്നുള്ളത്. അപ്പോ ഒരു കാര്യം പറയട്ടെ സർ, ചോദിച്ചോളൂ. കേൾക്കാമോ? സർ, ഓൾറെഡി ഞാൻ ഒരു 15 വയസ്സായ 2 കുട്ടികളെ ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നു. അപ്പൊ അതിലൊരു കുട്ടിക്ക് ഗുഡ് ട്രിപ്പും ഒരു കുട്ടിക്ക് ബാഡ് ട്രിപ്പും ആണ് കിട്ടിയത്. അതിൽ ഗുഡ് ട്രിപ്പ് കിട്ടിയ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞത് ആ കുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ്, അതായത് ഫാദറിന്റെ ഫാദർ എപ്പോഴും മുടിയൊക്കെ വളർത്തുന്നതിന്റെ പേരിൽ ഈ കുട്ടീനെ നീ കഞ്ചാവാണെന്ന് പറയും, എപ്പോഴും പറയും. അപ്പൊ അത് കേട്ടിട്ട് അപ്പൊ ഈ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഓൾറെഡി എന്നും കേൾക്കുന്നത് ഈ ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ തന്നെ ആവാംന്ന്. അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതെ മാം. മനസ്സിലായോ? മാം അതും പാരന്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നോട്ട് ഓൺലി ഫാദർ ആൻഡ് മദർ, ഇറ്റ്സ് ഓൾ അത് അവരെ ഫാമിലിയിലുള്ള എല്ലാരും പാരന്റിങ്ങിൽ ഉൾപ്പെടും. അപ്പൊ ആ പാരന്റിങ്, അതെ, ആ പാരന്റിങ്ങിൽ വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ജഡ്ജ്മെന്റൽ ആയിട്ട് ആ പയ്യൻ മുടി വളർത്തിയപ്പോ കഞ്ചാവായി. അപ്പൊ ആ പയ്യൻ ഇതുവരെ 9th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10th ലാസ്റ്റിൽ വന്നപ്പോ കുട്ടി കംപ്ലീറ്റ്ലി വീക്കായി. ഇപ്പൊ നല്ല രീതിയിൽ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നു ആ കുട്ടി. ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയി. അപ്പൊ ആ കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോ കുട്ടി പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ, എനിക്ക് വീട്ടിൽ നിന്നും നല്ല രീതിയിൽ ഡിപ്രഷൻ അവർ തരുന്നുണ്ട്, ഗ്രാൻഡ് പാരന്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിങ്ങനെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കേട്ടത് കൊണ്ടാണോ അങ്ങനെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല മാം, മാം ഹാൻഡിൽ ചെയ്തതുപോലത്തെ സിമിലർ കേസ് ഞാനും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഈ ഗ്രാൻഡ് പാരന്റ് ഇതിന്റെ അകത്ത് അച്ഛനാണ് വരുന്നത്. അച്ഛൻ ആ കുഞ്ഞിനെ എപ്പോഴും നീ അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയത്തിന്റെ നിഴലിൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു. ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ വളർത്തിയപ്പോ ആ കുഞ്ഞിന് ശരിക്കും അതെന്തുവാണ് എന്ന് അറിയാനുള്ള ഒരു മോഹമായി. അങ്ങനെ ആ
കുട്ടി ആ സാധനത്തിലേക്ക് അഡിക്റ്റ് ആയി പോയി എൻ്റെ അടുത്ത് വന്നൊരു കേസുണ്ട്. മാം ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ കാര്യങ്ങൾ സേവ് ആവുന്നതിനേക്കാളും അവരെ തോട്ടാണ് മാറുന്നത്. അവർക്ക് ഇതുവരെ യൂസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോ നമ്മൾ അവരെടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ ആദ്യം നൂറ മാം നമ്മൾ തുടക്കത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചോദിച്ചപ്പോഴത്തേക്ക് മാം പറഞ്ഞൊരു കാര്യമുണ്ട്, പിക്ചേഴ്സ് ആയിട്ടും ഓഡിയോ ആയിട്ടൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ സേവ് ആയി നിൽക്കും എന്നുള്ളത്. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സേവ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് ഒരേ സാധനം, പഠിക്കേണ്ട സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്രാൻഡ് പാരന്റ്സ് ചെയ്തത് അല്ലെങ്കിൽ പാരന്റ് ചെയ്തതും ഇത് തന്നെയാണ്. ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരുന്നു, നീ അങ്ങനെയാണ്. അപ്പൊ അവർക്കൊരു ടെൻഡൻസി വരും. അപ്പൊ അത് എന്താണ് എന്നറിയാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വരും. അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത ഉള്ള ഒരു ഡോപ്പമൈൻ നമുക്ക് കിട്ടുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അതിൽ അഡിക്റ്റ് ആവുന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. അപ്പൊ അന്ന് അവിടുത്തെ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു വെച്ച് കഴിഞ്ഞാല്, എന്റെ സിസ്റ്ററിന്റെ മകൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ സിസ്റ്ററിന്റെ മകന് ഹയർ സെക്കൻഡറി +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവന് നമ്മളിങ്ങനെ പഠനത്തിന്റെ കാര്യങ്ങൾ അവന് അത്യാവശ്യം പഠിക്കുന്ന ഒരാളാന്ന് ചോദിച്ചാലല്ല, ബിലോ ആവറേജ് സ്റ്റുഡന്റ് തന്നെയാണ് അവന് കാറ്റഗറൈസ് ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അവന് സിസ്റ്റർ പറഞ്ഞു അവരുടെ എന്ത് പറഞ്ഞാലും പഠിക്കുന്നില്ല. ഇപ്പം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വല്ല നാടൻ പണിക്ക് പോയിക്കോളാം, എന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സിസ്റ്റർ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ ദുബായിലായിരുന്നു. അപ്പൊ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോയപ്പം അവന്റെ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ പോയി. സ്കൂളിൽ പോയി സംസാരിച്ചപ്പം അവിടുത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പള്, ഞാൻ ഈ കുട്ടിയെ അന്വേഷിക്കാൻ പോയ സമയത്ത് അന്ന് ഇംഗ്ലീഷിന്റെ മോഡൽ എക്സാം നടക്കുന്നുണ്ടായിരുന്നു, ക്ലാസ് ടെസ്റ്റ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടിയെയും കുട്ടിയുടെ പേപ്പറും കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് പേപ്പർ എന്റെ മുമ്പിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത്. ആ സാർ പ്രിൻസിപ്പളാണ് ചെയ്യുന്നത്. ആ സാറ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇവനൊക്കെ നിങ്ങൾ എന്തിനാണ് ഇവിടെ പഠിക്കാൻ വിടുന്നത്? ഇവരൊക്കെ നിങ്ങൾ വല്ല നാടൻ പണിക്കും വിടുന്നതായിരിക്കും നല്ലത്. ഇവരൊന്നും പഠിച്ചിട്ടും എവിടെ എത്താനും പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു സംഭവം കുട്ടിക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു എന്നുള്ളത്. ഇപ്പൊ ഈ നാടൻ പണിക്ക് പോയിക്കോളാം, എനിക്ക് അതേ പറ്റുള്ളൂ എന്നത് എവിടെ നിന്നാണ് കുട്ടിക്ക് കിട്ടിയെന്നുള്ളതിന്റെ ഒരു സോഴ്സ് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനെ അവിടത്തേക്ക് പറഞ്ഞുവിടുകയും ക്ലാസ്സിലേക്ക് പറഞ്ഞുവിടുകയും ബാക്കി ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് നമ്മുടെ കൗൺസിലിങ്ങിന്റെ പരമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു. ഒരു സാറിനോട് പറഞ്ഞു, ഇത്രയും വെൽ നോളജ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറിന്റെ വായിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുട്ടി വൈകുന്നേരം ക്ലാസ്സും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയി സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ സാറ് എന്നും ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഇംഗ്ലീഷ് എടുക്കുന്ന സാറും കൂടെ. ഈ സാർ എന്നും ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ പറഞ്ഞുകൊണ്ടുണ്ടാവുള്ളൂ, നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല, നിങ്ങൾ ഇത് തന്നെ, നിങ്ങളൊക്കെ ഈ കള്ളും കുടിച്ച് കഞ്ചാവും പഠിച്ച് നടക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു ഏരിയകളിൽ ഇങ്ങനെ കുട്ടികൾ അങ്ങനത്തെ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നാളെ ഈ ഗ്യാങ്ങിന്റെ കൂടെ കൂടാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെന്ന് ഈ സാർ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തണമെന്നില്ല. നമ്മളൊരു ഒരു സെയിം കാര്യം തന്നെ ഡിഫറെന്റ് ടൈമിൽ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കയറി വരികയും ചെയ്യുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കുട്ടി എന്റെ സിസ്റ്ററിന്റെ മകന്റെ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഹലോ, ഇബ്രാഹിം സാർ പറഞ്ഞ ഒരു കാര്യത്തില് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തുവാന്നറിയോ, ശരിക്കും പറഞ്ഞാല് നമ്മുടെ പാരന്റ്സിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 100% പറയും പാരന്റ്സ് ചെയ്യുന്ന എല്ലാം തെറ്റാണ് എന്ന് ഞാൻ അടിച്ചു പറയും. കാരണം എന്ന് വെച്ചാല് ഇപ്പോ ഇബ്രാഹിം സാറിന്റെ സിസ്റ്ററിന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ നമുക്ക് ഒരിക്കലും സൊസൈറ്റീനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം സൊസൈറ്റിയിൽ ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ഉള്ള ഡിഫറെന്റ് തോട്ട്സ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷേ ഈ ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന എഫക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ അതുമായിട്ട് കിട്ടുന്ന പ്രശ്നങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ പാരന്റ്സിനോട് വന്ന് പറയുന്നു. ഇപ്പൊ ഇബ്രാഹിം സാറ് പറഞ്ഞൊരു സ്റ്റോറി കറക്റ്റ് ആണ്. ആ കുഞ്ഞ് വീട്ടിൽ വന്ന് പറഞ്ഞത് കൊണ്ടാണ് വേറൊരു മെത്തേഡിലാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് നമ്മുടെ അടുത്ത് വിശ്വസിച്ച് വന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ അവരത് പറയും. അങ്ങനെ പറഞ്ഞാൽ അവരെ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാം. ഈ സാറ് പറഞ്ഞ ഒരു കാര്യം, ഞാനൊരു
എക്സാമ്പിളിൽ കൂടെ ഞാൻ പറയാം. ഇതൊരു ഫീമെയിൽ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു പെൺകുട്ടി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഇപ്പൊ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഞാൻ ഈ റേപ്പ് കേസുകൾ പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പാരന്റിങ്ങിന് വരുന്ന ഒരുപാട് ഡിഫക്ട്സ് കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ റേപ്പ് കേസുകൾ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ റേപ്പ് കേസിലൊക്കെ നമ്മൾ വാർത്തകളിൽ കൂടെയൊക്കെ പോകുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അതിന്റെ ഇൻ റൂട്ടാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ കുഞ്ഞുങ്ങളെയൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് ആണ് റേപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു ടൈം അല്ല, ഒരു ടൈമുള്ള കേസുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ചുരുക്കമാണ്. പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് റേപ്പ് ചെയ്ത കേസുകൾ വളരെ കൂടുതലാണ്. മറ്റേ എന്തുവാ, കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർ ആ കുഞ്ഞിനെ 3-4 തവണ പീഡിപ്പിച്ചു, സ്കൂളിലെ സാറ് പീഡിപ്പിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒന്നിൽ കൂടുതൽ തവണ റേപ്പ് ചെയ്ത കേസസ് നമ്മൾ കേൾക്കാറുണ്ട്. ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോ ഈ ഒരു തവണ ആ കുട്ടിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തപ്പോ ആ കുട്ടി വീട്ടിൽ പറയാതിരുന്നത് കൊണ്ടല്ലേ ആ പയ്യൻ അല്ലെങ്കിൽ ആ വിക്ടിം, മറ്റേ വിക്ടിമിനെ ആക്കിയ ആള്, ആ പുള്ളിക്കാരനെ നമ്മൾ ആരും അറിയാതെ പോയത് അല്ലേ? അപ്പോ ശരിക്കും ആ കുട്ടി എന്തുകൊണ്ടായിരിക്കും വീട്ടിൽ വന്ന് പറയാത്തത്? ഈ ഇടയ്ക്ക് വായിച്ചൊരു കേസാണ്, ഇതേപോലെ റേപ്പ് ചെയ്തതിന് ശേഷം നീ ഇത് ആരോടും പറയരുത്, ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ, വീട്ടിലല്ല, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിൽ പറയൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞൊരു കേസാണിത്. അപ്പൊ ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പറയും എന്നുള്ള പേടി കാരണം ആ കുട്ടി ഇത് ആരോടും പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ വീട്ടിൽ ആ കുട്ടി എന്തുമാത്രം സെക്യൂർഡ് ആയിരുന്നിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളെ തന്നെ പേടിക്കുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെയൊക്കെ ലൈഫ് തന്നെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇപ്പൊ 15 വയസ്സായോ 15 വയസ്സായ ഒരു കുഞ്ഞ് ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പയ്യനെ പ്രേമിക്കുന്നു, വീട്ടിൽ വന്ന് പറഞ്ഞാലുള്ള പുകിൽ എന്തുമായിരിക്കും അല്ലേ? ഇന്നത്തെ തലമുറയിൽ കൊണ്ട് എൻ്റെ അടുത്ത കൗൺസിലിംഗ് കേസസിന് വരുന്ന കേസസും അങ്ങനെയുണ്ട്. അന്ന് ആ പെൺകുട്ടിനെ ആദ്യം ചെയ്യുന്നത് ഫോണ് വാങ്ങിക്കും, എറിഞ്ഞു പൊട്ടിക്കും, റൂമിൽ പിടിച്ച് പൂട്ടിയിടും അല്ലെ? ഇതല്ലേ നമ്മൾ പാരന്റിങ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ അവിടെ ആ സമയത്ത് ആ കുഞ്ഞിന് നമ്മളടുത്ത് വെറുപ്പാണ് തോന്നുന്നത്. ഒന്ന് നേരെ ആ കുഞ്ഞിന്റെ ഒരു വയസ്സ് ഏജിലേക്ക് ഒന്ന് കടന്നുപോയി നോക്കിയേ. ഇതേപോലെ ആ കുഞ്ഞ് വേറൊരു കുഞ്ഞുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുഞ്ഞിന് റോസാപ്പൂ കൊടുത്തു. നമ്മളെ നോക്കി ചിരിച്ചിട്ട് നമ്മൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കും. അവര് തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു 4 വയസ്സായ പയ്യൻ വന്നിട്ട് 2 വയസ്സായ പെൺകുട്ടിയുടെ അടുത്ത് ഒരു പൂ കൊടുത്തിട്ട് ഐ ലവ് യു പറയുന്നു. പിള്ളേരെ വികൃതി എന്ന് പറഞ്ഞിട്ട് നമ്മള് ചിരിച്ചിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മൾ കിസ്സും കൊടുത്ത് നമ്മളത് പിന്നെ മറന്നേ പോയി കാണും. പക്ഷെ എന്തുകൊണ്ട് ആ സാധനം നമ്മൾ 15ാമത്തെ വയസ്സിൽ ചെയ്യുന്നില്ല? നമ്മുടെ പേടി കൊണ്ടാണ്. നമ്മുടെ ഓരോ പാരന്റ്സിന്റെയും പേടി കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നതും നമ്മൾ അവരെ വഴക്ക് പറയുന്നതും നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാത്തതും. നമുക്കെല്ലാം പേടിയാണ്. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്യോ, അതുകൊണ്ട് നീ അവിടെ പോകരുത്, അതുകൊണ്ട് നീ ഇങ്ങനെ പോ, അതുകൊണ്ട് നീ അങ്ങനെ പോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കുറെ റെസ്ട്രിക്ഷൻ വേർഡ്സ് പറഞ്ഞ് നമ്മൾ അവരെ തന്നെ പേടിപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അപ്പൊ ഞാൻ ഇത് അവരോട് എന്ന് പറഞ്ഞാൽ അവരെന്നെ എന്ത് പറയും? ഇതിനല്ലേ നിന്നെ ഞാൻ നോക്കി നടക്കാൻ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ നല്ലേ പറയത്തുള്ളൂ. അവർക്ക് നമ്മുടെ അടുത്തൊരു ഫ്രീഡം ഉണ്ടോ? എക്സാക്ട്ലി ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു 3 വയസ്സ് വരെയൊക്കെ നമ്മൾ താലോലിച്ചും താഴെ വയ്ക്കാതെയും കെട്ടിപ്പിടിച്ചും കിസ് കൊടുത്തും അമ്മാതിരി നമ്മൾ കൊണ്ട് നടന്നു കാണും. ഇന്ന് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞ. പക്ഷേ ഇതേ സാധനം അവരൊന്ന് മെച്ചുവേർഡായി അല്ലെങ്കിൽ അവരൊന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ കിസ് കൊടുക്കാൻ പോലും ഒരു 15 വയസ്സായ കുഞ്ഞിന്, ആ കുഞ്ഞാണ്, അമ്മയ്ക്ക് കിസ് കൊടുക്കില്ല, അമ്മ കിസ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് അവൻക്കൊന്നും കിസ് കൊടുക്കത്തില്ല. കാരണം സൊസൈറ്റി തെറ്റായിട്ട് പറയൂ. ഒരു പ്യൂബർട്ടിയിലെത്തിയ പെൺകുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അച്ഛൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ പറ്റില്ല. എന്താണ് റീസൺ? ഇതൊക്കെ ആരാ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയേ? നമ്മൾ മനുഷ്യര് തന്നെയാണ് ഈ അനാവശ്യ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയത്. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ
ഏറ്റവും സേഫ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിതാവാണ്. ആ പിതാവിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഒരു ആംഗിളിൽ മാറി ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അച്ഛൻ മോളെ റേപ്പ് ചെയ്ത കേസസ് ഇല്ലേ എന്നുള്ളത്. നമ്മൾ ഇതിനകത്തുള്ള മിക്കവരും കൗൺസിലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ സൈക്കാട്രിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ആയിരിക്കും. ഈ കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളവർക്കറിയാം അവര് ഏതെങ്കിലും തരത്തിലുള്ള സൈക്കാട്രിക് ഡിസീസസ് ഉള്ള ആൾക്കാരായിരിക്കും. അല്ലാതെ വിവരവും ബോധവും കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് വളർത്തുന്ന ആൾക്കാരും ഒരു സിറ്റുവേഷന്റെ പുറത്ത് കൊണ്ടിട്ട് ഒരച്ഛനും ഒരു മോളെ റേപ്പ് ചെയ്യത്തില്ല. അപ്പോ നമ്മുടെ സൊസൈറ്റി കുറെ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ഈ സമയത്ത് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ പാരന്റ്സുമാണ് നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പല സ്റ്റേജസ് പറഞ്ഞു. ഈ പല സ്റ്റേജസ് ഞാൻ പറഞ്ഞതില് ഇതിന്റെ അകത്ത് ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റേജ്. ഈ ഓറൽ സ്റ്റേജിൽ ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്, ഈ ഓറൽ സ്റ്റേജില് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൂടെ വർക്ക് ആവുന്നുണ്ട്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറൽ സ്റ്റേജില് കുഞ്ഞിന് പാല് വേണ്ട സമയത്ത് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല, കുഞ്ഞിനെ അവിടെ ഇട്ടേക്കുന്നു. അങ്ങനെ കിടന്ന് കുഞ്ഞ് കരഞ്ഞു കിടന്ന് ഉറങ്ങിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അമ്മയോട് ട്രസ്റ്റ് കുറയും ഫ്യൂച്ചറിൽ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങള് ഫ്യൂച്ചറിൽ തിരിച്ച് നമ്മളോട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ തെറ്റുകൾക്കാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് തിരിച്ചു ചെയ്യുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യും. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കൗൺസിലിംഗ് എടുക്കുന്ന സമയത്ത് എന്റെ മെന്റർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ഒരിക്കലും എന്റെ ചെയറിന്ന് അവരെ കാര്യങ്ങൾ കാണരുത്. നമ്മൾ എപ്പോഴും അവരെ ചെയറിന്ന് അവരെ കാര്യങ്ങൾ കാണണം. നമ്മൾ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ എന്റെ ചെയറിന്നാണ് ഞാൻ അവരെ കാര്യങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ജഡ്ജ്മെന്റ്സ് ഉണ്ടാവും. പക്ഷെ അവരെ ചെയറിന്നാണ് ഞാൻ അവരെ കാര്യങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ജഡ്ജ്മെന്റ്സ് കാണത്തില്ല. അവരെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ന്യൂസിലൊക്കെ കണ്ട ഒരു അതിജീവിതയുടെ ഒരു വിഷയം വന്നല്ലോ, ഒരു കുട്ടിനെ എറിഞ്ഞു കൊന്നത്. അപ്പൊ ഞാൻ എന്റെ ആംഗിളിൽ നിന്ന് ഞാനത് ചിന്തിച്ചു, എന്തുകൊണ്ട് ആ കുട്ടി അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ പേരൻസിൽ നിന്ന് അത് മറച്ചു വെച്ചു? അതൊരു പേടി കൊണ്ടല്ലേ ആ കുട്ടി അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ 9 months വരെ ആ കുട്ടി എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടിയുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും ആ കുട്ടിനെ കുറ്റം പറയുകയാണെങ്കിലും ആ കുട്ടി ഒരിക്കലും ഞാൻ പ്രഗ്നന്റ് ആവുമെന്നോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വരുന്നൊന്നും മുൻകൂട്ടി അറിയാതല്ലേ ഇപ്പൊ ഈ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ കുട്ടി ആ 9 months വരെയും അതിന്റെ ഡെലിവറി കഴിയുന്നവരെയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി എത്രമാത്രം ആ കുട്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതൊക്കെ ഈ ഒരു പേരന്റിങ്ങിന്റെ ഒരു ഭാഗത്തുനിന്ന് അവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയല്ലേ? അതെ, ഉറപ്പായിട്ടും മാം. ആക്ച്വലി എന്റെ പേരന്റ് എന്റെ കൂടെ നിൽക്കുന്നില്ല ഒരു വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഒരിക്കലും അത് മറച്ചു വെക്കൂലായിരുന്നല്ലോ. അതെ മാം. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് കോൺട്രവേഴ്സി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പയ്യന്റെ കൂടെ പോയ സമയം ഞാൻ വി ആർ ഓൾ കൗൺസിലേഴ്സ്, സോ വി നീഡ് ടു ടോക്ക് ഇറ്റ് ഓപ്പൺ ടോക്ക് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓപ്പൺ ടോക്ക് പറയുന്നത്. പൊതുവെ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യന്റെ കൂടെ പോയ സമയത്ത് ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും പറ്റിയൊന്നും ഓർമ്മയില്ലേ എന്നുള്ള ഒരു ചോദ്യം പൊതുവെ ഞാൻ കൗൺസിലിംഗ് സെഷനിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മനുഷ്യന് ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഹ്യൂമൻ നീഡ്സിന്റെ സമയത്ത് പലതും നമ്മൾ ഓർക്കാറുമില്ല. നമുക്ക് പലതും ഇതാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡോപ്പമൈൻ ഒക്കെ വർക്ക് ആയി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു കഞ്ചാവ് വലിച്ചു, അപ്പൊ അത് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ എന്ത് പറയുമെന്നൊന്നും നമുക്ക് ആ സമയത്ത് തിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ആസ് പെർ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അങ്ങനെയാണ് അവരെ മൈൻഡ് സെറ്റ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് വരുന്നത്. അങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് വരുമ്പോ കൂടെ നിൽക്കേണ്ടവരാവണം പാരന്റ്സ്. തെറ്റ് ചെയ്യാതെ ഒന്നും ഒരു മനുഷ്യർക്കും പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ തെറ്റിലും എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെ നിൽക്കും എന്ന് കോൺഫിഡൻസ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒരിക്കലും ഉണ്ടാവത്തില്ല. മാം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. നമ്മളെല്ലാം ഇപ്പോ റീസെന്റ് ഒക്കെ നടക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. ഈ ലവ് മാരേജസിൽ കാസ്റ്റ് മാറി കെട്ടുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം ഒരു കുഞ്ഞൊക്കെ ആയി തിരിച്ചൊരു ശരിക്കും ഒന്ന് ആലോചിച്ചു, ഒരു 5 years ആഫ്റ്റർ 5 years ആലോചിക്കുമ്പോഴത്തേക്ക് അന്ന് ഇറക്കി വിട്ട മോളെ കൂടെ തന്നെയാണ് അച്ഛൻ ഇന്ന് ഫുഡ് കഴിക്കുന്നത്. അന്ന് വേണ്ടാന്ന് പറഞ്ഞ മരുമോന്റെ കൂടെ ഇരുന്നാണ് ഫാദർ ഇൻ ലോ ഫുഡ് കഴിക്കുന്നത്.
ഇവരെല്ലാം ഒരു ഫാമിലി ആവും. വർഷങ്ങൾക്ക് ശേഷം അവരത് അക്സെപ്റ്റ് ചെയ്യും. അന്ന് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. പക്ഷെ അതേസമയം അന്ന് ആ സാധനം ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ആ കുഞ്ഞിന്റെ സന്തോഷം നമ്മൾ കണ്ടിരുന്നെങ്കിൽ, ആ 5 വർഷം ആ കുഞ്ഞ് നീറ് ജീവിക്കേണ്ട അവസ്ഥ വരില്ല. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, പാരന്റ്സിന്റെ തോട്ട്സ് വേണം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ. ഞാൻ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറില്ല. ഞാൻ ആ പ്രശ്നം കേൾക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നക്കാർ, ഞാൻ എന്റെ മനസ്സിൽ തൊട്ട് പറയാം, 98% കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട കേസ് വരാറില്ല. ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത് പാരന്റ്സിനാണ്. ആ കൗൺസിലിംഗ് പാരന്റ്സിന് കൊടുത്താലേ അത് എഫക്ട് ചെയ്യത്തുള്ളൂ. എന്റെ ലൈഫിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ വലിയച്ഛൻ ഞാൻ കുഞ്ഞായിരുന്നപ്പോ, എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ്, എനിക്കൊരു വിസിൽ വാങ്ങിച്ചു തന്നു. ഈ നമ്മള് വിസിലടിച്ച് നടക്കത്തില്ലേ, ഈ വിസിൽ വാങ്ങിച്ചു തന്നു. ഈ വിസിൽ ഞാൻ അന്ന് വീട് മൊത്തം വിസിലടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അടിച്ചു നടന്നപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വലിയച്ഛന് ദേഷ്യം വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് വാങ്ങിച്ചു തന്നത് എന്നെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് വലിയച്ഛൻ പറഞ്ഞു. ഞാൻ അപ്പോഴും നിർത്തിയില്ല, ഞാൻ അപ്പോഴും വിസിലടിച്ച് വീടിന് ചുറ്റും ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതേ ഇൻസിഡന്റ് ഞാൻ വളർന്ന് ഇപ്പൊ ഒരു 1 year ബാക്ക് എന്റെ ചേച്ചിയുടെ മോൻ ഇവിടെ പോയപ്പോഴത്തേക്ക്, നമ്മളൊരു ഉത്സവപ്പറമ്പിൽ പോയപ്പോഴത്തേക്ക് അവൻ വിസിൽ വാങ്ങിച്ചിട്ട് ഞാനാണ് വിസിൽ വാങ്ങിച്ചു കൊടുത്തത്. വിസിൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് സെയിം ഞാൻ ചെയ്തതുപോലെ അവൻ വിസിലടിച്ച് വീടിന് ചുറ്റും നടക്കുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ദേഷ്യം വന്ന് ഞാൻ അവനെ ഷൗട്ട് ചെയ്തു, എന്താ സഞ്ജു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഷൗട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, സെയിം ഇൻസിഡന്റ് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് വിസിലടിച്ച് നടന്നപ്പോ എനിക്ക് കിട്ടിയത് സന്തോഷം. പക്ഷെ അതേ സാധനം വേറൊരു കുഞ്ഞ് വിസിലടിച്ച് നടന്നപ്പോ ഇപ്പോ ഈ സ്റ്റേജിൽ എനിക്ക് കിട്ടുന്നത് ദേഷ്യം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവന്റെ ഏജിലോട്ട് ഇറങ്ങിച്ചെന്നു. ഞാൻ അവൻ ചെയ്യുന്നത് കണ്ടപ്പോ അവൻ ആ വിസിൽ വെച്ചിട്ട് ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അവൻ ആ വിസിൽ വെച്ചിട്ട് അതിനകത്ത് ഒരു മ്യൂസിക്സ് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആ വിസിൽ ഒരു കൈ വെച്ച് കറക്കി അതിനെ റിവേഴ്സിൽ കറക്കി അവൻ ഓരോ കാര്യങ്ങൾ അവൻ അതിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും, ഞാൻ അന്ന് അവൻ അവിടെ ഷൗട്ട് ചെയ്ത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവൻ എക്സിബിറ്റ് ആവേണ്ട കുറച്ച് കഴിവുകളെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നില്ലേ? അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെല്ലാം പാരന്റ്സ് ആണ്. നമ്മളെ പാരന്റിങ്ങില് നമ്മുടെ കുഞ്ഞുങ്ങൾ ബിൽഡിംഗ് ബ്ലോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ ടോയ്സ് വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കും. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ എന്റെ മോളിൽ നിന്ന് പഠിച്ചതാണ്. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ അവരെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓടി ചെന്നിട്ട് നമ്മൾ പറയും, നമ്മൾ അവരോട് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും, മക്കളെ ഇത് ഇങ്ങനെ അല്ല, മോളെ ഇത് ഇങ്ങനെ അല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിയായ പാത്ത് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ആ കുഞ്ഞ് 4-5 എണ്ണം ഇങ്ങനെ അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയല്ല, ഇതിങ്ങനെ വീട് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റിയിട്ട് നമ്മളൊരു വീട് കെട്ടും. ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി ആ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ കുഞ്ഞിന്റെ ക്രിയേറ്റിവിറ്റി നമ്മുടെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ആ കുഞ്ഞിന്റെ ക്രിയേറ്റിവിറ്റി അവിടെ വളരാൻ നമ്മൾ സമ്മതിക്കണമായിരുന്നു. അപ്പൊ നമുക്കറിയായിരുന്നു ആ കുഞ്ഞ് എന്ത് സാധനമാണ് അവിടെ ചെയ്ത് ഉണ്ടാക്കാൻ ആ കുഞ്ഞ് ട്രൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോ അത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കുഞ്ഞിന്റെ ക്രിയേറ്റിവിറ്റി നമുക്ക് വളർത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ താഴ്ത്തി കൊണ്ടുവരുന്നത്. അപ്പോ അതാണ് മാറേണ്ടത്. ശരിക്കും മാറേണ്ടത് നമ്മളാണ്, നമ്മൾ പാരന്റ്സ് ആണ്. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മളൊരു കുഞ്ഞായെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് എങ്ങനെങ്കിലും വളർന്നോളും എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് പോകുന്നതിന് പകരം ആ കുഞ്ഞിന്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം. ഇന്ന് മിക്ക പാരന്റ്സും, വരുന്ന 100-90% പാരന്റ്സും വരുന്നത് ഫോൺ അഡിക്ഷന്റെ പേരിലാണ് വരുന്നത്. നമ്മുടെ ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുത്തിട്ട് പോകും. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അതിൽ വരുന്നത്. അങ്ങനെയല്ലേ? എനിക്ക് ഈ ഇടയ്ക്ക് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. 8 വയസ്സായ പയ്യൻ ഫോൺ വീഡിയോ കണ്ടിട്ട് ആ പയ്യനെയും കൊണ്ട് എന്റെ അടുത്ത് വന്നു നിന്നു. 8 വയസ്സായ പയ്യൻ. അവൻ എന്തറിഞ്ഞിട്ടാണ്? മനസ്സിലായില്ലേ? അപ്പോ പാരന്റിങ്ങിന്റെ അല്ലെങ്കിൽ പാരന്റ്സ് അവന് കൊടുക്കാത്ത ശ്രദ്ധക്കുറവ് കാരണമാണ് അന്ന് അവൻ അത് കാണാൻ തുടങ്ങിയത്. കാരണം അവൻ അതിൽ അഡിക്ഷൻ ഉണ്ടായി, അവന്റെ ഡോപ്പമൈൻ വർക്കായി തുടങ്ങി കാണും. അപ്പൊ എങ്ങനെ
സർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അവയർനെസ് കൊടുക്കേണ്ടത് പാരന്റ്സിന് തന്നെയാണ്. കാരണം വെച്ചാൽ ഞാനിപ്പോ ഈ 2023 ഒക്ടോബർ മാസത്തിൽ ഒരു സ്കൂളുമായിട്ട് ചേർന്നിട്ട് ഒരു 4 ദിവസത്തെ കൗൺസിലിംഗ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറയായിരുന്നു, ആ പെൺകുട്ടിക്ക് പിന്നെ മദ്രസ അധ്യാപകന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ടച്ചിങ്സും കാര്യങ്ങളൊക്കെ ഒരു അബ്യൂസിങ് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് ആ കുട്ടി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞത് മോള് വീട്ടിൽ പറഞ്ഞിരുന്നോ, ഉമ്മാന്റെ അടുത്ത് സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ആരടുത്തും പറയണ്ടെന്ന് ഉമ്മ പറയാണ് കുട്ടിയുടെ അടുത്ത്. ഇത് ആരടുത്ത് പുറത്ത് നീ പറയേണ്ട വരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ട. പിന്നെ അത് മാത്രമല്ല ശാപം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തു കുട്ടിക്ക്. ശാപം ഉണ്ടാവും, ഇതുകൊണ്ട് നീ ഇപ്പൊ എന്ന് പറയാൻ നിൽക്കേണ്ട, നമുക്ക് പിന്നെ ഇനി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് നോക്കാം. മനസ്സിലായോ? ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നോക്കാം. ഇപ്പൊ ഈ സംഭവിച്ചതിന് അവിടെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാരന്റ് ശ്രമിക്കുന്നത്. എത്ര വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആ പാരന്റ് ചെയ്തതെന്നുള്ളത് നോക്കി നോക്കിയാൽ ഇനി ഇവിടെ ഈ കുട്ടിക്ക് ഇതേപോലെ വേറെ എവിടെന്നെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി തുറന്നു പറയാൻ വേണ്ടി നോക്കോ? ഇല്ല. അവിടെയും ഈ കുട്ടിയുടെ മനസ്സിൽ കിടക്കും അന്ന് പറഞ്ഞിട്ട് എന്ത് ആക്ഷനാണ് എടുത്തതെന്നുള്ളത്. ഈ ചെറിയ കുട്ടി പിന്നീട് ആരെടുത്ത് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ ഈ കുട്ടിയുടെ സിസ്റ്റർ ഉണ്ട്. ആ കുട്ടി വന്നിട്ട് അതേ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അടുത്ത് ഇതേ മാറ്റർ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ മൂത്ത കുട്ടിയാണ് അവിടുത്തെ സ്കൂളിലുള്ള മറ്റുള്ള ടീച്ചേഴ്സിനെ കൊണ്ട് അറിയിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ പറയണം, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കണം, ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് പറയണം, നിങ്ങൾ ആരെയും പേടിക്കണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ കുട്ടികളുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനിയും സൊസൈറ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഇല്ലാത്ത പാരന്റ്സ് ഇനിയും ഉണ്ട് എന്നുള്ളത് ആലോചിക്കണം. നമുക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രമാധ്യമങ്ങളിലാണെങ്കിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് പല കഥകളും പല കാര്യങ്ങളും, പല അവയർനെസ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മളുടെ പാരന്റ്സിൽ 2023 ഒക്ടോബർ മാസത്തിലാണ് ഇത്രയും കാര്യങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു, അത്രയും അവയർനെസിന്റെ പ്രോഗ്രാംസ് എല്ലാം നടത്തുന്ന ഒരു സമയങ്ങളാണ് ഈ 2022, 23, 4 എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നോളജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴും പാരന്റ്സ് വീണ്ടും നമ്മൾ പറയുന്ന പോലെ അന്ധകാലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായി നമ്മൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിന്റെ അപ്പുറം തന്നെ ഇതുപോലത്തെ ക്ലാസ്സസുകൾ നമ്മൾ പാരന്റ്സിനും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ വലിയൊരു നല്ല കാര്യം തന്നെയായിരിക്കും. ഞാൻ ആ സ്കൂളിലും പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിൽ ഒരു കൗൺസിലർ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തും പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെയുള്ള അറ്റ്ലീസ്റ്റ് ഒരു 3 months കൂടുന്ന സമയത്തെങ്കിലും ഒരു ക്ലാസ് കണ്ടന്റ് ചെയ്തിട്ട് പാരന്റ്സിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ളത്. അതെ, വളരെ നല്ല കാര്യമാണ് സാർ. ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു ചോദ്യം കൂടെ എല്ലാവരോടുമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് പെൺകുട്ടികളുള്ള എത്ര പാരന്റ്സ് ഉണ്ടായിരിക്കും? നമ്മുടെ ഇതിനകത്ത് ഹാൻഡ് റൈസ് ബട്ടൺ ഉണ്ടെന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്താലും മതി. ഓക്കെ, 2 പേര് ഹാൻഡ് റൈസ് ചെയ്തു, ഒരുപാട് പേര് ഹാൻഡ് റൈസ്, 4 പേരായി, 5 പേരായി, 8. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്യാവോ? ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തവരല്ല, ഇനി ഹാൻഡ് റൈസ് ചെയ്യാൻ പോകുന്നവര്. എത്ര ആൺകുട്ടികളുള്ള പാരന്റ്സ് ഉണ്ട് ഇതിനകത്ത്? ഹാൻഡ് റൈസ് ചെയ്യൂ. ഓക്കെ, 2 ആയി. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പെൺകുട്ടികളുള്ള പാരന്റ്സ് ഒന്ന് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാനും ഒരു പെൺകുട്ടിയുള്ള പാരന്റ് ആണ്, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സായ എന്റെ മോളെടുത്ത് ഞാൻ അവക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ്, ബിറ്റ്വീൻ ലെഗ്സ്, ബട്ടക്സ്, ഇത്രയും ഞാൻ എന്റെ മോക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ചോദിച്ചാൽ എന്റെ മോള് കാണിച്ചു തരും. ഇത് നമ്മളെ ഗുഡ് ടച്ച് ബാഡ് ടച്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളവരൊന്ന് തംസപ്പ് പറഞ്ഞേ, പെൺകുട്ടികളുടെ പാരന്റ്സ്. ഓക്കെ, ഒരുപാട് തംസപ്പ് വരുന്നുണ്ട്. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ബോയ്സ് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ പാരന്റ്സ് ഇതൊക്കെയാണ് പെൺകുട്ടികളുടെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എന്ന് എത്ര പാരന്റ്സ് ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? തംസപ്പ് അടിക്കാവോ? ഒരാള്.
അതിനർത്ഥം ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഈ ചുരുങ്ങിയ 64 പേരിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അവരെ ബോഡി പാർട്സിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ആരെങ്കിലും ടച്ച് ചെയ്താൽ നമ്മുടെ അടുത്ത് വന്ന് പറയണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പുതിയ തലമുറയിൽപ്പെട്ട ബോയ്സിനോട് നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? നമ്മൾ സ്ത്രീകളെ ഇങ്ങനെ വേണം എന്നുള്ളത്. ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സിനെ പറ്റി അറിയാം? ബോയ്സിന്റെ കാര്യമാണ്. എത്ര അമ്മമാര് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതാണ് മക്കളെ പീരീഡ്സ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്നും കോമൺലി സംസാരിക്കാൻ നമ്മൾ താല്പര്യപ്പെടാത്ത പല ടോപ്പിക്സുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ബോയ്സിന്, ഇത് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനായതുകൊണ്ട് പറയല്ല, ഞാൻ ഒരുപാട് കേസ് കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ബോയ്സിനും നമ്മൾ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളെ നമ്മൾ എങ്ങനെ കാണണം, എങ്ങനെ നമ്മൾ ഇത് ചെയ്യണം. ഇപ്പോ ഒരു 13-14 ഇയേഴ്സ് ആയ ഒരു കുട്ടി, ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി പീരീഡ്സ് പെയിൻ എടുത്ത് ആ ക്ലാസ്സിൽ ആ കുഞ്ഞ് ടേബിളിന്റെ മേളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, തല ഇത് ചെയ്ത് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പുറത്തിരിക്കുന്ന ഒരു ബോയ്ക്ക് ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കാനുള്ളതല്ല. ആ പയ്യൻ ആ പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലെ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാൻ ശീലിപ്പിക്കുന്നതാണ് പാരന്റിങ്. റെസ്പെക്ട് ദ വിമൻസ് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണം. എന്നാൽ അവൻ ആ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്നതാണ് എന്റെ അമ്മയ്ക്ക് ഉള്ളത് പോലത്തെ ഒരു പെയിൻ ആ പെൺകുട്ടിക്ക് എടുക്കുന്നുണ്ട്. സോ ആ പെൺകുട്ടിക്ക് ഞാൻ വെള്ളം കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇത്തിരി ആശ്വാസം, കുറച്ച് ചൂടുവെള്ളം കൊടുത്താൽ ആ പെൺകുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ ഞാനത് കൊടുക്കണം എന്നവന് വരുന്ന തോട്ട്, ആ തോട്ടിലാണ് പാരന്റിങ് ഉള്ളത്. എങ്കിൽ നാളെ 100% 17 വയസ്സാകുമ്പോൾ അവനൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങത്തില്ല. പിന്നെ ഒരു മെയിൻ കാര്യമുണ്ട് ഈ പാരന്റിങ്ങിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ, ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ തെറ്റ്, ശരിക്കും പറഞ്ഞാല് ആൺകുട്ടികളുടെ ഫ്രണ്ടിലാണെങ്കിലും പെൺകുട്ടികളുടെ ഫ്രണ്ടിലാണെങ്കിൽ, ഇത് ആൺകുട്ടികളുടെ ഫ്രണ്ടിലാണ് ഞാൻ കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ആൺകുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഹസ്ബൻഡ് വൈഫിനെ അടിക്കും. നന്നായിട്ട് അവർ തമ്മിൽ തർക്കം വരുമ്പോഴത്തേക്ക് കൈവയ്ക്കുന്ന സമയം ഇത് കുഞ്ഞ് കണ്ടോണ്ടിരിക്കുകയാണ്. കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നുണ്ടായിരിക്കും. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ കുഞ്ഞ് കരയില്ല, കുഞ്ഞ് കണ്ടോണ്ടിരിക്കും. ശരിക്കും നമ്മള് അവിടെ അവനൊരു ലൈസൻസ് കൊടുക്കുകയാണ്. എന്താണെന്നറിയോ? സ്ത്രീകളെ കൈവയ്ക്കാം, നമുക്ക് അവകാശമുണ്ട്, ആണുങ്ങൾക്ക് അവകാശമുണ്ട് സ്ത്രീകളെ കൈവയ്ക്കാൻ എന്നുള്ളത് നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുത്തു. നാളെ അവൻ ഇറങ്ങി സൊസൈറ്റിയിൽ ഇറങ്ങി വേറൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കൈവയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ അത് പഠിച്ചത് അവന്റെ അച്ഛൻ്റെ നിന്നാണ്. കാരണം എനിക്ക് ലൈസൻസ് ഉണ്ട്, എന്റെ അച്ഛൻ എന്റെ അമ്മയെ അടിക്കുന്നു, ഞാൻ ഈ പെൺകുട്ടി അടിക്കുന്നു. അതുകൊണ്ടാണ് ആസിഡ് കോരി ഒഴിക്കുന്നതും നമ്മുടെ സൊസൈറ്റിയിലെ പെൺകുട്ടികൾ സേഫ് അല്ലാതെ ഇരിക്കുന്നതും നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മുടെ വീട്ടിൽ നിന്നാണ്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും? നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റ്, ഇതിനകത്ത് നബൂല മാം എത്ര ഏജ് തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്? മാം അത് എന്താണെന്നൊന്ന് ശരിക്കും പറയാവോ? ഹലോ, എനിക്ക് തോന്നുന്നു സാർ അവർ ചോദിക്കുന്നത് കുട്ടിയുടെ എത്ര ഏജ് മുതൽ നമുക്ക് അവരോട് ബാഡ് ടച്ചും ഗുഡ് ടച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? 6 വയസ്സ് മുതലാണോ, 5 വയസ്സ് മുതലാണോ, അതോ 3 വയസ്സ് മുതൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഓക്കെ സാർ, ഇപ്പൊ അതിനൊരു സജിന എന്ന് പറഞ്ഞ മാം 5 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 എന്ന് കാണിച്ചിട്ടുണ്ട്. മാം അത് എന്തുകൊണ്ടാണ് മാം അത് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് പറയാവോ? വീഡിയോ ഓൺ ആക്കണമെന്നില്ല, മാമിന്റെ സജഷൻ ഒന്ന് പറയാവോ? സാർ, നമുക്ക് അത് ഒരു പ്രീ KG കഴിഞ്ഞിട്ടുള്ള ഒരു സെഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു കുട്ടിത്തം എന്നുള്ള ആ ഒരു ടൈമില് ക്യാച്ച് ചെയ്യുന്ന ഒരു സമയം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു 5 വയസ്സാവുമ്പോ നമ്മൾ പറയുന്നത് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഒരു 5 വയസ്സെന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി മാം. ശരിക്കും നമുക്ക് ആ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോക്ക് ഇപ്പോഴേ അറിയാം. എന്റെ മോക്ക് 2 വയസ്സാവുന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് അത് അറിയാമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 to 3 months ബാക്ക് തൊട്ട് എന്റെ മോക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1 വയസ്സും 10 മാസവും അല്ലെങ്കിൽ ഒരു 9 മാസവും ഒക്കെ ആയപ്പോ തന്നെ എന്റെ മോക്ക് അത് മനസ്സിലായി തുടങ്ങി. ശരിക്കും കുഞ്ഞുങ്ങളെ ഏറ്റവും ക്യാച്ച് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും ഈസിലി ക്യാച്ച് ചെയ്യുന്ന ഒരു ഏജ് ആണ് ഈ ഒരു 1 to 3 years. അവർക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും.
ആ ഒരു ഏജിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണോ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് വേണ്ട ബേസിക്സ്, പില്ലേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാം അതിനകത്ത് ആതിര മാം 3 years റീസണിങ് ഉണ്ട്. എന്താണ് മാം അത് ഉദ്ദേശിച്ചത്? സർ, നമുക്ക് 3 വയസ്സ് മുതൽ കുട്ടികൾക്ക് കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഫൗണ്ടേഷൻസ് നമുക്ക് ഇപ്പൊ ഇടാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങൾ പറയുന്ന വേർഡ്സ്, അച്ഛ അമ്മ എന്ന് വിളിക്കുന്ന വേർഡ്സ്, അപ്പുപ്പ അമ്മുമ്മ എന്ന് വിളിക്കുന്ന വേർഡ്സ്, ബസ് കാറ് എന്നൊക്കെ പറയുന്ന ഈ വേർഡ്സ് ഒക്കെയും നമ്മൾ 3 വയസ്സിന് താഴെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ലൈഫ് ലോങ് കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് സേവ് ആയി കിടക്കുന്ന കോൺക്രീറ്റ് പില്ലർ പോലെ നിൽക്കുന്ന ഒരു ഏജ് ആണ് ശരിക്കും ഇത്. ഈ ഏജില് നമുക്ക് വേണ്ട പില്ലേഴ്സ് നമുക്ക് ഇട്ട് വയ്ക്കാം. അതെന്തുവാവാം. ഇന്നത്തെ എന്റെ കാഴ്ചപ്പാടിൽ ഈ സൊസൈറ്റിയിൽ എന്റെ മോള് സേഫ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ മോൾ അത് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ ഈ ഏജില് എന്റെ മോള് ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മോളുടെ കഴിവ് വെച്ചിട്ട് മോക്ക് വേറെ എന്തെങ്കിലും ആവാനാണോ ആഗ്രഹം എന്നുണ്ടെങ്കിലോ? ശരിക്കും പറഞ്ഞാല് മക്കൾക്ക് എന്താവണം എന്ന ആഗ്രഹം വരുന്നതെല്ലാം അവർക്ക് ഡിസിഷൻ ചോയ്സ് വരുന്ന ഒരു ഏജിലാണ്. പക്ഷെ അവർക്ക് എന്തും ആവാനുള്ള ഒരു ബേസ്മെന്റ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളാണ്. അതിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് അവരുടെ കഴിവ് വെച്ചിട്ട്. പക്ഷെ അവർക്ക് എന്തിലും തിരിയാനുള്ള ഒരു ബേസ്മെന്റ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളാണ്. ആ ബേസ്മെന്റ് നമ്മൾ ഈ ഏജിൽ ഇട്ട് കൊടുക്കണം. ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇതിൽ പറയുന്നുണ്ട്. അത് പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പറയാത്തത്. 5 വയസ്സ് വരെയാണ് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാവുന്നത്. 5 വയസ്സിന് ശേഷം ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുന്നതെന്ന് അതിൽ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം 5 വയസ്സ് വരെ അവരുടെ ക്യാരക്ടറിൽ ഉണ്ടായിരിക്കും. പിന്നെ ആ പഠിപ്പിച്ച കാര്യങ്ങളാണ് ക്യാരക്ടറിൽ നിന്ന് ഡെവലപ്പ് ആകുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോവാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞു പ്രായത്തില് നമുക്ക് വേണ്ട രീതിക്ക് ട്യൂൺ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു ഡിഫറൻസ് ഇല്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വന്ന ഒരു 14 വയസ്സായ ഒരു പയ്യൻ. ഈ 14 വയസ്സായ പയ്യന് ശരിക്കും അതെന്റെ ലൈഫിൽ തന്നെ ഞാൻ പാരന്റിങ്ങിന് കണ്ട ഒരു വേറൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. ഈ പയ്യന്റെ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടികളൊക്കെയും ഫുഡ് ചോറ് കഴിക്കോ എന്നുള്ളതായിരുന്നു. അതൊരു ഡിഫറെന്റ് തോട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തോ മാറ്റി നിർത്തി എന്തോ ഒരു വലിയ സംഭവമാണ്. അവൻ എന്നും അത്ഭുതമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പെൺകുട്ടി. അത് ഞാൻ പിന്നെ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ആ പയ്യൻ ഇതുവരെ പെൺകുട്ടികളുമായിട്ട് പഠിച്ചിട്ടില്ല. സ്കൂളിലോ ട്യൂഷനിലോ ഒന്നും ട്യൂഷന് വിട്ടുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ആ ഒറ്റ മോനാണ്. അങ്ങനെ പെൺകുട്ടി എന്ന് പറയാൻ അവൻ അറിയാവുന്ന അവന്റെ അമ്മ മാത്രമാണ്. ശരിക്കും അവന്റെ ഏജിലുള്ള പെൺകുട്ടികളൊന്നും അവൻ ആ ത്രൂ ഔട്ട് 14 വയസ്സ് വരെ അവൻ കണ്ടിട്ടില്ല. അപ്പൊ അവനൊരു അത്ഭുതം, പെൺകുട്ടികൾ ചോറ് കഴിക്കോ, പെൺകുട്ടികൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണോ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ അവനൊരു തോട്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ശരിക്കും നമ്മൾ അവരിൽ നിന്ന് പെൺകുട്ടികളെ മാറ്റി നിർത്തുമ്പോഴാണ് അവരെന്തോ സംഭവമാണ്, അവരിൽ എന്തോ ചേഞ്ചസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അട്രാക്ട് ചെയ്യേണ്ട സാധനമാണ് എന്നുള്ള തോട്ടൊക്കെ വരുന്നത്. ശരിക്കും കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ വിട്ടു തുടങ്ങിക്കഴിഞ്ഞാല് പല പ്രശ്നങ്ങളും തീരും. നമ്മുടെ ഓവർ പേടിയാണ് അവരെ നമ്മൾ പലതിലും റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇനി എനിക്ക് പറയാനുള്ള ഒറ്റ സാധനമേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു സെഷൻ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലുണ്ടാകുന്ന ഒറ്റ കാര്യം, നമ്മള് പറയുന്ന ഒരു കാര്യം കൊണ്ട് നാളെ ഒരു കുഞ്ഞിനെ, എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ എന്റെ ടോക്ക് കേട്ടിട്ട് ഒരു കുഞ്ഞിന്റെ ലൈഫ് എങ്കിലും നാളെ ചേഞ്ച് ആയാൽ അത് എന്റെ സക്സസ് ആണ്. ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സെഷന് ഞാൻ കയറിയതും. അല്ല, നമ്മുടെ അറിവ് നമ്മൾ പകർന്നു കൊടുത്തത് കൊണ്ട് ആ വേറൊരു കുഞ്ഞിന്റെ ലൈഫ് നന്നാവും എന്നുണ്ടെങ്കിൽ അത് നന്നാവണം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവരോ അല്ലെങ്കിൽ ഇപ്പോ ന്യൂ ബോൺ ആയിട്ട് നിൽക്കുന്നവരെടുത്തോ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ അറിവ് മാക്സിമം, ഇപ്പൊ എനിക്ക് IAGC ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതുകൊണ്ട് എനിക്ക് എന്റെ നോളജുകൾ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റി. അതേപോലെ തന്നെ നിങ്ങൾ ഈ നോളജ് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഹലോ, എക്സ്ക്യൂസ് മീ സർ. പറഞ്ഞോളൂ മാം. സർ, ഈ പറഞ്ഞതുപോലെ എനിക്ക് 14 വയസ്സുള്ള ഒരു മോനും ഉണ്ട്, 8 വയസ്സുള്ള ഒരു മോളും ഉണ്ട്.
രണ്ടാളും ഞാനൊരു ടീച്ചറുമാണ്. ഇപ്പം നാസിയ മാമിന്റെ സ്റ്റുഡന്റ് ആണ്. ഗ്രേറ്റ് ടു സേ അബൌട്ട് ദാറ്റ് വൺ. അപ്പോ ഈ ഒരു മോന് എല്ലാം ഈ പറയുന്നത് പോലെ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും വന്ന് പറയും. ആൻഡ് എവറിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ് ഹാപ്പണിങ്, ഗുഡ് ഓർ ബാഡ്, അത് KG മുട്ടേ ആള് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ സാർ ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ആള് എപ്പോഴും ഏക സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും ഉള്ള ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഈ PS5 എന്ന് പറയുന്ന ഒരു സാധനം ആളുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പറയും എന്റെ ഫ്രണ്ട്സിനൊക്കെ അതുണ്ട്, അതുകൊണ്ട് അവരൊക്കെ അല്ലെങ്കിൽ അവരെ പാരന്റ്സ് ഒക്കെ നല്ലവരായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അങ്ങനെ എന്തോ ഒരു തോട്ട് ആളുടെ മൈൻഡിലുണ്ട്. അപ്പൊ ഞാനതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ പല വീഡിയോസിലും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ താഴെ ലെവലിലോട്ടുള്ളവർ നോക്കൂ, ഒരു പപ്പടം വിറ്റ് ജീവിച്ചിട്ട് സ്കൂൾ ഫീസ് അടച്ച് കഴിയുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ പല രീതിയിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മളെ മൈൻഡിനായിട്ടും മറ്റത് അഫക്ട് ചെയ്യും. അപ്പൊ ഈവൻ ഇപ്പം കുറെയൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ടിക്കറ്റ് ലോട്ടറി വിറ്റിട്ട് ജീവിക്കുന്നു, അങ്ങനെയുള്ള ഡെയിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളതപ്പോ ഓക്കെ ആവും. ഓക്കെ, ഇത് എനിക്ക് നല്ലതല്ല. പിന്നെയും ആളെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഓർത്ത് പറയും, എനിക്കത് PS5 എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ട്, അവരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി എപ്പോഴെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പറയും, ഇന്ന് പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് വന്നപ്പോ ഫുട്ബോൾ കളിക്കും ആള്, ഈവനിങ് പോയിട്ട് കംപ്ലീറ്റ് നൈറ്റ് വരെ ഒരു 7 o'clock വരെ കളിക്കും. അപ്പൊ അവിടെയും ഫ്രണ്ട്സിന്, സ്കൂളിലും ഫ്രണ്ട്സിന്, എല്ലാവരുടെയും സംസാര വിഷയം ഇതാണ്. ഈ ജനറേഷൻ ആയതുകൊണ്ടാവാം ഞങ്ങൾ ഇന്ന് PS5 സെക്കൻഡ് സ്റ്റേജ് എത്തി, 7th സ്റ്റേജ് എത്തി, അങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്നോട് ഇവിടെ ഗെയിം കഫേയിലൊക്കെ പോയിരുന്നു. ഞാൻ ദുബായിലാണ്. അപ്പം ഗെയിംസ് കഫേയിലൊക്കെ പോയിട്ട് കളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഞാൻ അപ്പൊ വിടും, 1 മണിക്കൂറോ 1/2 മണിക്കൂറോ നീ പോയി ഫ്രണ്ട്സിനായിട്ട് പുറത്തു പോയി കളിച്ചോ. ബട്ട് എപ്പോഴെങ്കിലും മന്തിൽ ഒരു ടൈമോ അങ്ങനെ അവന്റെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വിടും. പക്ഷെ ഇപ്പോഴും ആളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ പറഞ്ഞ ഇതിൽ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്, ആളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും കിടക്കുകയാണ്, എനിക്ക് PS5 കിട്ടിയിട്ടില്ലല്ലോ, എന്റെ പാരന്റ് അത് വാങ്ങി തരുന്നില്ലല്ലോ, അതിൽ എന്താണ് കുഴപ്പം, ഞാൻ വാങ്ങിത്തന്ന 1/2 മണിക്കൂർ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ അത് വാങ്ങിത്തന്ന അതുള്ള കുട്ടികളാണ് പറഞ്ഞാൽ കേൾക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പറയും, എന്റെ ക്ലാസ്സിലെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല, അവര് ഇതുപോലെ എപ്പോഴും പ്രേ ചെയ്യുന്നില്ല, നിസ്കരിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എപ്പോഴും ആ ഒരു കമ്പാരിസൺ അവന് പറയും. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ രീതിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആസ് എ മദർ എന്ന നിലയ്ക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യിക്കാം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മാം. ലൈക്ക് ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഇവിടെ ആയതുകൊണ്ട് ഞാൻ മാമിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കിതൊരു കൗൺസിലിംഗ് സെഷൻ പോലെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, എന്നാലും ഈസി ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, മാം എന്തുകൊണ്ടായിരിക്കും ബാക്കി നമ്മുടെ താഴെ ഇതിലുള്ള കുഞ്ഞുങ്ങളെ മാം എക്സാമ്പിൾ ആക്കി കുഞ്ഞിനോട് കാണിച്ചത്? താഴെയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അവർ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. നമുക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, കയറി കിടക്കാൻ ഒരു വീടുണ്ട്, നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം മോന് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതവനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കട്ടെ എന്നുള്ളതിനെ കൊണ്ട്. മാമിന്റെ ഫാദറിന് എന്ത് ജോബായിരുന്നു മാം? എന്റെ ഫാദറിന് പെയിന്റിംഗ് കോൺട്രാക്ട് ആയിരുന്നു. ഹൗസ് വില്ലാസ് ഒക്കെ എടുത്തിട്ട് കംപ്ലീറ്റ്ലി അതിന്റെ. ഓക്കെ, മാമിന്റെ ചൈൽഡ്ഹുഡ് ശരിക്കും എങ്ങനെയായിരുന്നു? ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ്ലി പിന്നെ എന്താ പറയുന്നത്, ഒരു പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു, ആസ് എ നോർമൽ സ്കൂളിൽ പഠിക്കുന്നു, വരുന്നു, എഡ്യൂക്കേഷൻ ആയിരുന്നു കംപ്ലീറ്റ്, ഇടയ്ക്ക് കളിക്കുന്നു, അങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോ മാം എനിക്ക് ഇവിടെ പറയാനുള്ളത്, മാം അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക എന്നുള്ളത് മാമിന്റെ ഇഷ്ടമാണ്. ബട്ട് മാം വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്കൂളില് ഒരുപാട് കാര്യങ്ങൾ കണ്ട് വളർന്നു വന്ന മാമാണ് ശരിക്കും മാമിന് ഇങ്ങനൊരു തോട്ട് വരാനുള്ള റീസൺ. ഓക്കെ, അപ്പോ ഒരു ദുബായ് പോലത്തെ ഒരു കൺട്രിയില് വെൽ സെറ്റപ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയില് മാം വന്നിട്ട് ഈ കാര്യങ്ങൾ മാം പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ ടെമ്പററി ആയിട്ട് സേവ് ആവും. പക്ഷെ അത് ആ കുഞ്ഞ് ഇതിനു മുന്നേ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരുന്ന് ആ കുഞ്ഞ് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മാം ഇതിനു മുന്നേ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ കുട്ടികളെ, അതായത് ഓർഫനേജ് കൊണ്ടുപോയിട്ട്. അവരത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. ഇവിടെ സംടൈംസ് ഞാൻ അങ്ങനെ നോർമൽ എപ്പോഴും അങ്ങനെ പുറത്തു കൊണ്ടുപോവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ സാധാ കറി, ചിലപ്പം ചോറും എന്തെങ്കിലും ഒരു സ്മോളസ്റ്റ് കറിയൊക്കെ ആയിട്ട്, അത് അങ്ങനെ ഒരു വലിയൊരു ദാരിദ്ര്യമായിട്ടില്ലെങ്കിലും അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് സംടൈംസ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ. പക്ഷെ അവര് 0 എന്നുള്ളൊരു ദാരിദ്ര്യം അവർ കണ്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ മാം.
നമ്മുടെ തോട്ട്സ് അവർക്ക് പറഞ്ഞ് വേറൊരാളിനെ എക്സാമ്പിൾ കാണിക്കുന്നതിന് പകരം മാം അത് വാങ്ങിച്ചു കൊടുക്കാത്തതിന് മാമിന് ഒരു റീസൺ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മാം അത് വാങ്ങിച്ചു കൊടുക്കാത്തത്. ആ റീസൺ എന്റെ സ്റ്റുഡൻസ് ആണ് അവന്റെ ഫ്രണ്ട്സ്. അപ്പൊ അവരുടെ പാരന്റ്സ് എന്നോടാണ് ഈ പറയുന്നത് പോലെ പറയുന്നത്, ടീച്ചറെ ഇവനെ ഈ അഡീഷനിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് വഴി. അപ്പൊ ആസ് എ മദർ എന്ന നിലക്ക് ആ മദേഴ്സിന്റെ ഒക്കെ ഫീലിംഗ് എനിക്കറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ജനറേഷനിൽ നിൽക്കുന്ന ആ ഏജിൽ നിൽക്കുന്ന എന്റെ മോനും ഞാൻ അത് വാങ്ങിക്കൊടുത്താൽ അതുപോലെ ആയിരിക്കത്തില്ലേ? എന്തായാലും ഈ ജനറേഷനിലെ കുട്ടികളൊക്കെ അങ്ങനെ ആവുമല്ലോ, കംപ്ലീറ്റ്ലി അതിന് അഡീഷൻ ആയി പോകും. അപ്പം ആ ഒരു ആസ് എ മദർ എന്ന ഫീലിംഗ് കൊണ്ടാണ് ഞാൻ വാങ്ങി കൊടുക്കാത്തത്. ഓക്കെ, അപ്പൊ മാം ഇപ്പൊ ചിന്തിച്ചത് ആസ് എ മദർ ആയിട്ടുള്ള ഒരു തോട്ടിലാണ് മാം ചിന്തിച്ചത്. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ എക്സാമ്പിളിൽ ഉള്ളതുപോലെ നമ്മൾ ആ കുട്ടിയുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി നോക്കിയാല് ആ കുട്ടിക്ക് അപ്പൊ അത് വേണ്ടേ? അത് ആ കുഞ്ഞിന് എല്ലാരുടെ കയ്യിലും ഉണ്ട്, എൻ്റെ ആ സാധനം ഇല്ല. അപ്പൊ ആ കുഞ്ഞിന് ആ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഏജിന്റെ ഇറങ്ങി നോക്കുമ്പോ ആ കുഞ്ഞിന് അതൊരു ഇല്ലായ്മയല്ലേ? അല്ലെ? അഫ്കോഴ്സ് ആയിട്ട്. അപ്പൊ എന്തുവാ അത് ഇല്ലായ്മയാണ്. അപ്പൊ നമ്മൾ ആ കുഞ്ഞിന്റെ സിറ്റുവേഷനിൽ ഇറങ്ങി ചെന്നിട്ട് മാമിന്റെ തോട്ട് എന്തുവാണ് അത് നമ്മൾ വേറെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കേണ്ടത് വേറെ കുഞ്ഞുങ്ങളുടെ എക്സാമ്പിൾസ് അല്ല. അത് അവിടെ ഇന്ന് മനസ്സിലാവില്ല, നാളെ അത് കമ്പാരിസൺ എന്നുള്ള ഒരു രീതിയിലോട്ട് വരും. അമ്മ എന്തിനാണ് അവരെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നത്, എന്റെ ലൈഫ് അങ്ങനെ അല്ലല്ലോ ഇപ്പോ എന്ന് ഇന്ന് ചോദിക്കില്ലായിരിക്കും, ചിലപ്പോ 12 വയസ്സ് കഴിയുമ്പോ ചോദിക്കും. എന്തിനാണ് എപ്പോഴും അവരെ വെച്ച്, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഇല്ലാത്തത് അത് അവരെ അവസ്ഥ, എനിക്ക് ഫുഡ് ഉണ്ടല്ലോ ഇപ്പൊ കഴിക്കാൻ, അപ്പൊ എന്റെ കാര്യം പറ എന്ന് നാളെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അവൻ 14 വയസ്സാണ്, ഇപ്പൊ 9th പഠിക്കുന്നത്. അപ്പൊ പറയും അവർക്ക് അതെ. അപ്പൊ 12 ഞാൻ 8 വയസ്സെന്നാ വിചാരിച്ചത്. അതായത് 12 വയസ്സിന് മേളിലാണ് പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 9th. ഓക്കെ, അപ്പൊ മാം ശരിക്കും മാമിന്റെ സിറ്റുവേഷൻ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ. എനിക്കത് വാങ്ങിച്ചു തരാൻ ഇപ്പൊ ഇതില്ല, ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനത് മനസ്സിലാക്കി എന്റെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഫിനാൻസ് വരുമ്പോൾ അത് വാങ്ങിച്ചു തരും. എന്റെ അടുത്ത് എന്റെ അമ്മ അത് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് എന്റെ നാളത്തെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അതിൽ അഡിക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആ കുഞ്ഞിന് മാം ഇപ്പൊ 14 വയസ്സായി, ഇനി ആ കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമിന് വലിയൊരു ടാസ്ക് ആണ്. പക്ഷെ എന്നാലും മാം എപ്പോഴും ആ കുഞ്ഞിന്റെ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് മാം ആ കാര്യങ്ങൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മാമിനെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്നും കാണുന്ന ഒരു വ്യക്തിയെ ആ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആയിട്ട് കുഞ്ഞുങ്ങളാക്കും. പക്ഷെ നമ്മൾ എപ്പോഴും വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തിനാണ് അവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുന്നത്, എന്റെ ലൈഫ് അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ഈഗോ കോംപ്ലക്സ് അവിടെ ഉണ്ടാവും. പിന്നെ അവർ അതിനെപ്പറ്റി ചിന്തിക്കത്തില്ല. ഇപ്പൊ മാം പറഞ്ഞതിന്റെ ഒരു ഏറ്റവും ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഈ കുഞ്ഞിന് ഈ സാധനം വേറൊരാൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ആ കുഞ്ഞ് അത് അത്ര ആഗ്രഹിച്ചിരിക്കുന്ന സാധനമാണ്. അതെ, സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം അവന്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞതുപോലെ സെയിം ഒരു grade 2 തൊട്ട് ഇവിടെ സ്കൂളിലുള്ള ആളാണ്. അപ്പം അവന്റെ ഫാദർ ഇവൻ ഈ PS5 അഡീഷൻ ആയത് കാരണം ഒരു ഔട്ട്ഡോർ എൻവയോൺമെന്റും ആയിട്ട് ഒരു ഇതും ഇല്ലാണ്ട്, ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും ഇല്ലാണ്ട് 24 hours സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് അഡീഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അവനെ ഇപ്പോ നമ്മുടെ നാട്ടില് PV അബ്ദുൾ സാറിന്റെ ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട് തിരൂര്, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ അവന്റെ കയ്യിൽ ഈ PS5 അവന്റെ അഡീഷൻ മാറ്റാൻ വേണ്ടിയ ഫാദർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ PS5 ഇവൻ ചോദിച്ചിട്ടുണ്ട്, നീ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തരുമെന്ന്. അതും എന്നോട് പറഞ്ഞു, അതും ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആളാണ്. അമ്മേ ഞാൻ അവൻ പോകുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. കറക്റ്റ് ആണ്. അത് അവൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കോട്ടെ എന്ന് എന്നോട് ചോദിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറി പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ആയിട്ടല്ലേ, ഞാൻ പറഞ്ഞു വാങ്ങിത്തരാം. പക്ഷെ എന്റെ സാറി പറഞ്ഞതുപോലെ ഇവൻ ഇതിന് നമ്മൾ വാങ്ങി കൊടുത്തതിന് ശേഷം അഡീഷൻ ആയിപ്പോയ എല്ലാം ചോദിക്കില്ലേ, നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് വാങ്ങി കൊടുത്തതല്ലേ. അപ്പൊ അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് കേസ് നമ്മൾ അവന്റെ സ്ഥാനത്ത് നിന്ന് നോക്കിയിട്ട് ഓക്കെ മറ്റൊരാൾ അവൻ ആ ഒരു സിറ്റുവേഷൻ വരെ എത്തി, മറ്റൊരു ഫ്രണ്ടിന് പോകുമ്പോൾ അത് വാങ്ങട്ടെ എന്ന് വരെ എന്നോട് ചോദിച്ചു. അപ്പൊ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ആഫ്റ്റർ എഫക്ട്, അതാണ് ചോദിക്കുന്നത്. മാം ആ ആഫ്റ്റർ എഫക്റ്റിന്റെ ആൻസർ മാമിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. ലൈക്ക് മാമിന് ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് മാമിന്റെ മോനെ അറിയാവുന്ന മാമിന് മാത്രമാണ്, ഈ ലോകത്ത് ആരെക്കാളും നന്നായിട്ട്. ആ മോൻ എത്രത്തോളം പോകും എന്നുള്ളത് മാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം.
അവിടെയാണ് ഒരു പാരന്റിങ്ങിന്റെ വിജയം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ മാം ഈ PS5 എന്ന് പറഞ്ഞ സാധനം മാം അല്ലെങ്കിൽ PS4 മാം പിടിച്ചു വച്ചേക്കുന്നത് ശരിക്കും അവന് നാളെ അല്ലെങ്കിൽ ഒരു 16 വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോ ഇതിലേക്ക്, കാരണം കുഞ്ഞിലേ അവന് കിട്ടേണ്ട ഒരു സാധനം കൊടുത്തിട്ടില്ല. അപ്പൊ മാമിനോടുള്ള ട്രസ്റ്റ് ഡേ ടു ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി അത് വിടണമായിരുന്നു. ഇന്ന കാര്യം കൊണ്ടിട്ട് എന്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നില്ല, സോ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ വിട്ടിരുന്നെങ്കിൽ നമുക്കത് പ്രശ്നമില്ല എന്ന് പറയായിരുന്നു. പക്ഷേ ഇത് ഡേ ടു ഡേ അതിനകത്തുള്ള അഡിക്ഷൻ കൂടി വരെയാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമല്ല അഡിക്ഷൻ. എന്തുകൊണ്ടാണ് ഒരു പ്രണയത്തിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴത്തേക്ക് അയാൾ മെന്റലായി പോകുന്നത്, അല്ലെങ്കിൽ സ്ക്രിസോഫീനിയ അയാളെ എഫക്ട് ചെയ്യുന്നത്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനകത്തോട് അമിതമായ സ്നേഹം അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്റെ കയ്യിൽ വന്നില്ല, തനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാല് അവരെ മൈൻഡിലെ ചേഞ്ചസ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ഞാൻ മാം ഇപ്പൊ ചോദിച്ചുകൊണ്ട് 11 മണിയായി, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനന്തു എന്നാണ് പേര്. പുള്ളിക്കാരൻ ക്ലാസ്സിൽ 2nd റാങ്ക് ഹോൾഡർ ആയിരുന്നു. നമ്മളൊക്കെ ഒരു ലാസ്റ്റ് ബെഞ്ചിന് തൊട്ട് മുന്നേ ഇരിക്കുന്ന ബെഞ്ചസ് ഒക്കെ ആയിരുന്നു. വളരെ പഠിത്തത്തിന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പഠിക്കുമായിരുന്നു, തോക്കുകയൊന്നുമില്ല. പക്ഷേ ആ പയ്യനെയായിരുന്നു അന്ന് ക്ലാസ്സിലെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യം. കാരണം അവൻ ഭയങ്കര പഠിപ്പിയായിരുന്നു, ബുദ്ധിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ. പക്ഷേ ആ പയ്യൻ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം സ്വന്തം അമ്മയെ തലയ്ക്ക് തല്ലി കൊന്ന് അവിടെ ഇട്ടിട്ട് അവരെ ഡെഡ് ബോഡിയുടെ അടുത്ത് വെച്ച് തന്നെ അവരുണ്ടാക്കിയ ഫുഡും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയ മോനാണ്. ശരിക്കും പറഞ്ഞാല് അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ +2 കഴിയും വരെയും അയാൾ ഡ്രഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അയാളുടെ അമിതമായ വേറെന്തോ ആഗ്രഹം സാധിക്കാനായിട്ട് അയാൾ ആ ഡ്രഗ് അഡിക്ഷനിലേക്ക് കൊണ്ടുപോയതാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫ് ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മാം ഇപ്പൊ PS4 വാങ്ങിച്ചു കൊടുത്താൽ ആ മോൻ അത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കാൽക്കുലേഷൻ മാമിന് നേരത്തെ വേണം. അല്ല നമ്മൾ ഒരിക്കലും അതിനെ റെസ്ട്രിക്ട് ചെയ്യുകയല്ല വേണ്ടത്. റെസ്ട്രിക്ട് ചെയ്താൽ നാളെ അത് വേറൊരാൾ വാങ്ങിച്ചു കൊടുത്താൽ അയാളുടെ കൂടെ അയാൾ പോകും. അല്ല, ഈ സാറ് പറഞ്ഞതുപോലെ അവന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓക്കെ, ഞാൻ ഇനി 9th-ലാണ്, ഇപ്പൊ 10th-ലാണ്, കുറെ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്നെയായിട്ടും മോളെക്കാളും ഒരുപാട് പറഞ്ഞതുപോലെ അറ്റാച്ച്ഡ് ആണ്. 14 വയസ്സായെങ്കിൽ ഈവൻ ഈ സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നു പറയും. ഇന്നിപ്പം വന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ സിനിമയ്ക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് സാറ്റർഡേ, പിന്നെ ഇന്നത് കമ്പ്യൂട്ടർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് അവൻ പറയുന്ന ആളാണ്. അപ്പൊ അതും ഈ PS5-ന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ അമ്മ ഞാനത് വിട്ടു എന്ന് പറഞ്ഞ ആള്, പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ പറയും പോലെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് കാരണം എപ്പോഴെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആരെങ്കിലും അവന്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും, അവരെ വീട്ടിൽ PS5 ഉണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെ എന്നുള്ള ആ പേര് അവിടെ വരും. മാം അത് ആക്ച്വലി ഇപ്പൊ മോൻ ആ ഒരു മാം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞല്ലോ, വേണ്ടാന്ന് പറഞ്ഞത് മനസ്സുകൊണ്ട് ആ മോൻ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെ PS5 എവിടെ കണ്ടാലും മോൻ അത് പ്രശ്നമില്ലായിരുന്നു. കാരണം എന്റെ അമ്മയുടെ സിറ്റുവേഷൻ ഇതാണ്, എനിക്കത് പറ്റില്ല, എനിക്കത് വാങ്ങാനുള്ള പോക്കില്ല എന്നുള്ളത് ആ മോൻ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പീരീഡിനെ കടത്തി വിട്ടോണ്ടിരിക്കുകയാണ്, പിന്നെ എന്നുള്ള ഒരു പ്രോജക്റ്റിലേക്ക് വിട്ടോണ്ടിരിക്കുകയാണ്. അത് എന്നെങ്കിലും ഒരു ദിവസം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ആ മോന്റെ മനസ്സിലും ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോ ഒരിക്കലും നമുക്ക് ആ മോന്റെ സൈഡിൽ നിന്ന് ആലോചിക്കാൻ നമുക്ക് മോനെ തെറ്റു പറയാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിലാണ് തെറ്റ്. നമ്മള് ആ ഒരു സാധനം പതിഞ്ഞ് മോന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, മോനെ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്, അമ്മയുടെ ഇന്ന ഇതുകൊണ്ടാണ് എനിക്കത് വാങ്ങിച്ചു തരാൻ പറ്റാത്തത് എന്നുള്ളത് പറയാൻ പറ്റണമായിരുന്നു. അത് പറഞ്ഞു സാർ. ഞാൻ അഡീഷൻ എന്റെ കുട്ടികളൊക്കെ ഇത് മദേഴ്സ് എന്നോട് പറഞ്ഞ്, അപ്പോ അതുകൊണ്ടാണ് ഞാൻ മോനോട് പറയുന്നത്, മോനും ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ എന്നുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല അമ്മ ഞാൻ 1 മണിക്കൂറേ കളിക്കുള്ളൂ, അല്ലെങ്കിൽ അമ്മ അത് മാറ്റി വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. മാം ഇപ്പോഴും എല്ലാം പറയുന്നത് ബാക്കിയുള്ളവരെ എക്സാമ്പിൾ ആക്കിയിട്ടാണ് മാം പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് മാമിനെ തന്നെ എക്സാമ്പിൾ ആക്കി, മാം ഇന്നൊരു ടീച്ചറായി നിന്നത് മാം എന്തൊക്കെ സഫർ ചെയ്തിട്ടാണ് വന്നത് എന്നുള്ളത് മാമിന്റെ കഥകള് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുമ്പോ ഇല്ലായ്മയും ഉള്ളതും, അല്ലെങ്കിൽ മാം ഇപ്പൊ ഈ ചെയ്യുന്നത് മേ ബി നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരുപാട് പേരെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ ഈ സേവിങ്സ് മൈൻഡ് അവർക്കില്ല. അവർക്ക് ഒരിക്കലും സേവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവരെ കുഞ്ഞിൽ അവരെ അച്ഛനോ അമ്മയോ സേവ് ചെയ്യുന്നതിനെ പറ്റി അവർ പഠിപ്പിച്ചിട്ടില്ല. അവർ ചോദിക്കുന്നതൊക്കെ അപ്പൊ വാങ്ങിച്ചു കൊടുത്ത് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുന്നേ അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ സാധനം വാങ്ങിച്ചു തന്നത്, മോന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചു തന്നത് എന്നുള്ളത് അവരാഴ്ന്ന മനസ്സിൽ അത് പതിയുന്നുണ്ടെങ്കിൽ
അവര് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. യെസ്, ഓക്കെ, വെരി ഗ്രേറ്റ്. സർ താങ്ക് യു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇതിനെ ബന്ധപ്പെടുത്തി താങ്ക് തന്നെ. യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഈ ചോദിച്ചോളൂ. മാഡം ഇനി ആ PS5 മേടിച്ച് കൊടുക്കാണ് എന്ന് വിചാരിക്കേ, അപ്പൊ ആ കുട്ടിയുടെ ട്രസ്റ്റ് തിരിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഇൻ കേസ് ആ ട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ പെട്ടെന്ന് ഇല്ല, മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു ബാഡ് ഡിസിഷൻ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യന് ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് അതുമായിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നതിന് പേരിലായിരിക്കും മാം അത് ചിലപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ പയ്യന്റെ മനസ്സിൽ പതിയുന്നത് ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഏതെങ്കിലും ഇൻസിഡന്റിന്റെ പേരിലാണ് അമ്മ എനിക്കത് വാങ്ങിച്ചു തന്നത് എന്ന് ഫീഡ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അത് മാമിന് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എല്ലാം കടന്നുപോയി ആ മോനൊരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മോൻ ആ ഡേറ്റിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഇതായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 15-ാം തീയതി 15th ഞാൻ അത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഓരോ ഡേയും എണ്ണി പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ പയ്യൻ എണ്ണി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതിനകത്തുള്ള അത്ര അഡിക്ഷനിലാണ് പോകുന്നത്. അങ്ങനെ അഡിക്ഷനിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സ് അടുത്തത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞ ഉടനെ ഉണ്ടാവുന്ന ഒരു ഫാന്റസി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ദിവസമോ 1 മാസമോ അത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. 24/7 അത് യൂസ് ചെയ്യും. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അല്ല നമ്മളത് വാങ്ങിച്ചു കൊടുത്തിട്ട് അടുത്ത ദിവസം തൊട്ട് അവൻ ഭയങ്കര അഡിക്റ്റ് ആയി പോയി അതുകൊണ്ട് ഞാൻ ഇതിന് തിരിച്ചു പിടിച്ചു വാങ്ങിച്ചു വെക്കുന്നു എന്നുള്ളതൊന്നും ചെയ്യരുത്. ആ പയ്യന്റെ ചെയ്യേണ്ടത് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ നമ്മൾ കാണുക, അവൻ എങ്ങനെയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും കൗൺസിലിംഗ് കൊടുക്കുന്നവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. നമ്മൾ ഒരു സിറ്റുവേഷനും ഇന്ന് വന്നിട്ട് നാളെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് പറ്റത്തില്ല. ടൈം ഹീൽസ് എവരിത്തിങ് എന്നുള്ള മെത്തേഡ് തന്നെയാണ് നമ്മളും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡേ ടു ഡേ അവർക്ക് എന്തെങ്കിലും തെറാപ്പിക് ആക്ടിവിറ്റീസ് കൊടുത്ത് നമ്മൾ ലാസ്റ്റ് ആ സിറ്റുവേഷനിൽ നിന്ന് അവരെ നമ്മൾ പിന്നോട്ടെടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ മോനും അതേപോലെ നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് ഇത്രയും നാള് കിട്ടാതിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അഗ്രസീവ് ആയിട്ടായിരിക്കും നമ്മൾ ആ സാധനം ഹാൻഡിൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അത് നമുക്ക് പാരന്റ്സിന് അറിയാൻ പറ്റണം എന്റെ മോൻ അത് എത്രത്തോളം അഗ്രസീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന്. വെരി ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ലൈക്ക് ദാറ്റ്. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഭൂമി കുലുക്കം പെട്ടെന്ന് ഇല്ലാതായതുപോലെ. താങ്ക് യു സോ മച്ച്. ഹലോ സർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ സാർ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെൺകുട്ടികൾക്ക് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ബാഡ് ടച്ച് ആണെങ്കിലും ഗുഡ് ടച്ചിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തതാണെങ്കിലും. ഇപ്പൊ ഈവൻ നമ്മളൊരു ഒരു പെൺകുട്ടിയുടെ മാരേജ് അടുത്ത് വരുന്ന സമയത്ത് ഒരു പുരുഷൻ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഫാമിലി മെമ്പേഴ്സ് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. ഒരു ആഫ്റ്റർ മാരേജ് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണമെന്നതിനെ കുറിച്ച് ഗൈഡൻസ് കൊടുക്കുന്നു. ഒരു ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ കുറിച്ച് ഗൈഡൻസ് കൊടുക്കുന്നു. ഒരു പുരുഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് കൊടുക്കുന്നു. പക്ഷേ ഇതേ ഒരു കേസ് ഒരു ആൺകുട്ടിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ആരും തന്നെ ഒരു ധാരണകൾ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്താണെന്നതിനെ കുറിച്ചിട്ട് ഒരു പുരുഷന് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയോടുള്ള ഒരു ദാമ്പത്തിക ബന്ധം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ ആരും കൊടുക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇനി നമ്മളുടെ കൗൺസിലേഴ്സ്, നമ്മളിപ്പോ പലരുടെ കൗൺസിലറായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോയി നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം പലവരും ഇപ്പം റീസെന്റ് തന്നെ എനിക്ക് ഒരുപാട് കേസസുകൾ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഇത് തന്നെയായിരുന്നു. ആഫ്റ്റർ മാരേജ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്കെല്ലാം പേടിയുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് സാറേ, പെൺകുട്ടികൾക്കാണ് മാരേജിന്റെ അടുത്തെത്തുന്ന സമയത്ത് ടെൻഷനും പേടിയും ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആൺകുട്ടികൾക്കും അതേ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ മാരേജ് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്, എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അടുത്തിടെ എനിക്ക് വന്നിട്ടുള്ള ഒരു ചുരുങ്ങിയത് ഒരു 1 year ഉള്ള ഒരു 6 കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലതും വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടികളുടെ അടുത്ത് നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു മൃഗീയമായ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു ബോയ്സ് എന്നുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഒരു ക്യാമ്പയിന് കൊടുക്കുകയും അല്ലെങ്കിൽ അതുപോലത്തെ ഗൈഡൻസ് കൊടുക്കാനും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ബിഫോർ
മാരേജ് അവർക്ക് പള്ളിയിൽ നിന്ന് ഒരു 4 days എന്തോ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളതിനെ കുറിച്ചും ആഫ്റ്റർ മാരേജ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഒരു കടപ്പറയിൽ എങ്ങനെ ആയിരിക്കണം രണ്ടുപേരും വേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇവൻ നമ്മളെ ഒരു ഓഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതെ. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് പോയി ക്ലാസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓഡിയോ ലെവലിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് സാർ ഇപ്പൊ ഇബ്രാഹിം സാർ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അതിൽ പേഴ്സണലി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിലബസ് വെച്ചിട്ട് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാരും ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാല് അന്ന് ആ ടീച്ചർ ആ ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ടായിരിക്കും? ഉറപ്പായിട്ടില്ല. അന്ന് ഫീമെയിൽ ടീച്ചർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉഴപ്പി നമ്മളെ എടുത്ത് എങ്ങനെങ്കിലും ആ ചാപ്റ്റർ തീർത്തങ്ങ് വിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഇതാണ്. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ബ്രൂട്ടലി ഒരു വൈഫിനെ അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ആ ആ പയ്യന്റെ മനസ്സില് കുഞ്ഞില് ആ പെണ്ണെന്നുള്ള ഒരു ഞാൻ ഒരിക്കലും പെണ്ണെന്നുള്ള വേർഡ് ഇതായിട്ട് ഉദ്ദേശിച്ചില്ല, ഞാൻ പറഞ്ഞതാണ്. ആ ഒരു ആളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു മനസ്സില് അല്ലെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് മനസ്സില് ആ പയ്യൻ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് എ ബ്രൂട്ടൽ തിങ്. അത് അവന്റെ അച്ഛൻ്റെയും നിന്ന് അവൻ പഠിച്ചതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പർ പോലെ തന്നെയാണ്. ആ വൈറ്റ് പേപ്പറിൽ നമ്മളാണ് സ്കെച്ച് ചെയ്യുന്നത്. ആ സ്കെച്ചാണ് ആ പയ്യൻ പിന്നെ നമ്മുടെ പ്രീവിയസ് പാരന്റ്സ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മൾ തലമുറകളായി കൈമാറി വരുന്നത്. അപ്പൊ ആ ഒരു സാധനം കുഞ്ഞിൽ ഇപ്പൊ ഒരു പെൺകുട്ടി പ്യൂബർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാല് അമ്മ ഇപ്പൊ എനിക്ക് തോന്നുന്നു തമിഴ്നാട് സൈഡിലൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ പ്യൂബർട്ടിയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിന് പോസ്റ്റർ അടിക്കും. അമ്മ പെൺകുട്ടിക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടിലും പെൺകുട്ടികൾക്ക് അമ്മ എന്താണ് പീരീഡ്സ് യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻസ് എങ്ങനെയാണ് എന്നുള്ളതും അവരെങ്ങനെയാണ് ഹെൽത്ത് അവര് പ്യൂറായിട്ട് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതും ഒക്കെ പെൺകുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കും. എത്ര ബോയ്സിന് ആഫ്റ്റർ ബോയ്സിന്റെ പ്യൂബർട്ടിക്ക് ശേഷം അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്? ഒരിക്കലും ഇല്ല. എപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു തോട്ടുണ്ട് ആണുങ്ങൾക്ക് അതൊക്കെ അറിയാം, അവരതൊക്കെ പഠിച്ചോളും, അവരതൊക്കെ ഫ്രണ്ട്സിൽ നിന്ന് പഠിച്ചോളും എന്നുള്ളതാണ്. ശരിക്കും സാറ് പറഞ്ഞ ഈ ഒരു കേസ് ഫ്രണ്ട്സിൽ നിന്ന് ചിലപ്പോൾ പഠിച്ചതായിരിക്കാം. ഈ ഒരു മൃഗീയമായി എന്നുള്ള ഒരു കാര്യം ചിലപ്പോൾ ഫ്രണ്ട്സിൽ നിന്ന് പഠിച്ചതും ആവാം. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് വളരുന്ന മോൻ തൻ്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ വേണം യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റും കൂടെ വർക്ക് ആവുമ്പോഴത്തേക്ക് ഒരു അനിമൽ ഇതവിടെ ഉണ്ടാവില്ലേ? അപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാത്തിന്റെയും റൂട്ട് പാരന്റിങ്ങിലാണ്. ഒരു പാരന്റിങ് അല്ലെങ്കിൽ ഒരു പാരന്റ് ശരിയായാൽ നാളത്തെ ഒരു തലമുറ എന്ന് നമുക്ക് മാറ്റാം. നമ്മൾ അവർക്ക് വേണ്ടി കാശുണ്ടാക്കി എത്ര കൊടുത്തിട്ടും കാര്യമില്ല. ചിലപ്പോ 21ാമത്തെ വയസ്സിൽ ആ കാശ് കൊടുത്ത് ആ പയ്യനെ തൂക്കുകയറിന്ന് രക്ഷിക്കേണ്ട ഗതികേടായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ അതേ സമയം നമ്മൾ ആ പയ്യന് ഇപ്പൊ അല്ലെങ്കിൽ പയ്യനോ പെൺകുട്ടിയോ ഇപ്പൊ നമ്മുടെ കുറച്ച് ക്വാളിറ്റി ടൈം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താല് നാളെ 21 വയസ്സിൽ അവര് തന്നെ കാശുണ്ടായിക്കോളൂ. നമ്മൾ കാശുണ്ടാക്കി കൊടുക്കണ്ട, അവര് തന്നെ കാശുണ്ടായിക്കോളൂ. ഞാൻ IAGCയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാരും കണ്ടോന്ന് എനിക്കറിയില്ല. അതിന്റെ സ്റ്റോറി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. തോമസ് ആൽവ എഡിസന്റെ സ്റ്റോറി. തന്റെ സ്കൂളിൽ നിന്ന് ആ തോമസ് ആൽവ എഡിസന്റെ ടീച്ചർ നീ സ്കൂളിൽ പഠിക്കാൻ ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി കൊടുത്തു വിട്ടപ്പോ തന്റെ അമ്മ ആ സ്പോട്ടില് ആ മില്ലി സെക്കൻഡ് സ്പോട്ടിൽ അതിന് വേറൊരു സ്റ്റോറി ഉണ്ടാക്കി മോനെ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചർ ആ സ്കൂളിൽ ഇല്ല എന്ന് പറഞ്ഞ് മോനെ ഹോം സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് ഇന്ന് നമ്മൾ പഠിക്കുന്ന ബുക്കിലെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് നമ്മള് തോമസ് ആൽവ എഡിസൺ അറിയാത്ത ആരാ ഉള്ള? ഇതിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? 100% ഉറപ്പ് പറയാം, എല്ലാവർക്കും തോമസ് ആൽവ എഡിസൺ അറിയായിരിക്കും. അന്ന് ആ അമ്മ ആ മോനിൽ വെച്ച വിശ്വാസം, അതാണ് തോമസ് ആൽവ എഡിസൺ. അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയുടെ വിശ്വാസമാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓരോ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും പാരന്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെക്കുന്ന വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ നാളത്തെ അവരുടെ തലമുറ അവരെ എന്താവണം എന്ന് തീരുമാനിക്കുന്നത്, അവരെങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ കഥകളിലൊക്കെ കേട്ട് നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നതുപോലെ ഓരോരുത്തരും ഓരോന്ന് പറയും. പക്ഷെ
അച്ഛനും അമ്മയ്ക്കും അവൻ എന്താണ് എന്നുള്ള, അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ എന്ത് വേണോ പറയും, പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവൻ എന്താണ് അല്ലെങ്കിൽ അവൾ എന്താണ് എന്നുള്ള ഒരു ധാരണ വേണം. അവരെ ഒരു സ്കൂളിൽ വിളിച്ചൊരു ടീച്ചർ ഇവൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നമ്മൾ അത് കേട്ടിട്ട് അവനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മോൻ എങ്ങനെ ചെയ്തോ എന്ന് അവനോട് ചോദിക്കാനുള്ള ഒരു മനസ്സ് വേണം നമുക്ക്. അവനത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, നമുക്ക് ഇനി അത് ചെയ്യാം, നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറയേണ്ട ഒരു ക്ഷമയും നമുക്ക് അവിടെ വേണം. ആ ക്ഷമയാണ് ആ കുഞ്ഞിന്റെ ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് ചിലപ്പോൾ മാറ്റുന്നത്. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും അവന്റെ ലൈഫ് ചിലപ്പോൾ മാറ്റി അവന്റെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അപ്പൊ ആ ഇൻസിഡന്റ് കണ്ടുപിടിച്ച് ആ ഇൻസിഡന്റ് റൂട്ടിൽ ചെന്ന് വീണ്ടും ഒന്നേന്ന് ആ ചെടിയെ വളർത്തണം. അതാണ് ആ മൈൻഡ് സെറ്റ്. അത് നമുക്ക് പാരന്റ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളാണ് അവരെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്. ആ ഭൂമി കൊണ്ടുവന്ന നമ്മൾ തന്നെയാണ് അവരെ നോക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അതിന്റെ ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മള് എല്ലാ കുഞ്ഞുങ്ങൾക്കും യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്, എ ഹോപ്പ് ഇൻ ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്. അത് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർ വായിച്ചു നോക്കുക. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കാൻ പഠിപ്പിക്കുന്നത് എവിടം തൊട്ടാണെന്ന് അറിയോ? ജനിച്ച അടുത്ത ദിവസം തൊട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചു കളയണം എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാവോ? ഇബ്രാഹിം സാർ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അതിന്? സാർ ഇല്ലാന്ന് തോന്നുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മള് ഒരു മിനിറ്റ്, ശരിക്കും പറഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ യൂസ് ആൻഡ് ത്രോ മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും ആ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞ് നമ്മുടെ വയറ്റിൽ ഉണ്ടാവുന്ന സമയം തൊട്ടേ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആ കുഞ്ഞ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അച്ഛന്റെ സൗണ്ട് ആണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ സൗണ്ട് ആണെങ്കിലും എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ കുഞ്ഞ് ഡേ ടു ഡേ കേൾക്കുകയും സൗണ്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുടേതാണ് നമ്മുടെ പ്രഗ്നൻസി എടുത്ത ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒബ്സ്ട്രീഷ്യന്റെ സൗണ്ട്. നമ്മള് എത്ര പേർക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ ഓർമ്മയുണ്ട്? നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിനെ അറിയാം, ഈ ഡോക്ടറാണ് എന്നെ എടുത്തത്? നമ്മൾ എത്ര പേര് ആ റിലേഷന് വാല്യൂ കൊടുക്കുന്നുണ്ട്? അപ്പൊ നമ്മൾ ആ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം കുഞ്ഞ് ചിന്തിക്കുന്നത് എന്തുവാണ്? ഈ ഇത്രയും നാൾ കേട്ടു വന്ന ആ സൗണ്ട് ഇല്ല എന്റെ ലൈഫിൽ ഇനി. ഇതൊക്കെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് സേവ് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്ക് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് പുറത്താക്കുക അല്ലെങ്കിൽ വലിച്ചു കളയുക എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ചില പോസിബിലിറ്റീസ് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും നമ്മൾ എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് എങ്കിലും നമ്മൾ അവരെ ചെന്ന് കാണണം. നമ്മുടെ പ്രഗ്നൻസി എടുത്ത ഡോക്ടർ, ആ ഡോക്ടറിനെ ഇയർലി വൺസ് നമ്മൾ അവരെ ക്ലിനിക്കിൽ ചെന്നൊന്ന് കണ്ട് നമ്മൾ ഒരു ലഡ്ഡു ഒരു ഗിഫ്റ്റോ വാങ്ങിച്ചു കൊടുത്താൽ അവരെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം ആ കുഞ്ഞിനെ അവർക്ക് കാണുമ്പോഴത്തേക്ക് നമ്മളെ പോലെ തന്നെ ടെൻഷൻ അടിച്ച് നമ്മളെ 9 മാസം പൊന്നുപോലെ നോക്കിയ ഡോക്ടർമാരാ. അന്ന് ഈ കുഞ്ഞ് ഈ ഡോക്ടറിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ കുഞ്ഞ് ഭൂമിയിൽ വന്നതിന് ശേഷം ആ ഡോക്ടറിന്റെ സൗണ്ടും കേൾക്കുന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ പറയുമ്പോൾ ഇതാണ് നിന്റെ പ്രസവം എടുത്ത ഡോക്ടർ, മോനെ ആദ്യമായിട്ട് എടുത്ത ഡോക്ടർ. ആ കുഞ്ഞ് ചിലപ്പോൾ നാണിച്ച് ബാക്കിലോട്ട് ഒതുങ്ങി നിൽക്കും. ധൈര്യമായിട്ട് ചെന്ന് ആദ്യത്തെ ഹ്യൂമൻ ടച്ച് കിട്ടിയ ആ കൈ പിടിക്കാനുള്ള കോൺഫിഡൻസ് ആ കുഞ്ഞിനുണ്ടായിരിക്കും? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഞാൻ എൻ്റെ ലൈഫില് ഞാൻ ഡയറക്റ്റ് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. എൻ്റെ മോള് ഇപ്പോഴും ഡോക്ടർ ആന്റി എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്രസവം അവൾക്ക് കിട്ടിയ ആദ്യത്തെ ഹ്യൂമൻ ടച്ച് കിട്ടിയ ഡോക്ടറിനെ ഇന്നും അവള് ഡോക്ടർ ആന്റി എന്ന് വിളിച്ചിട്ട് അവൾ ഓടിച്ചെന്ന് ക്ലിനിക്ക് ഡോറ് തുറന്ന തന്നെ ഡോക്ടർ ആന്റിയുടെ മടിയിൽ ചെന്നിരിക്കും. 2 വയസ്സായ എന്റെ കുഞ്ഞിന് ഇപ്പോഴും ഇരിക്കും. കാരണം ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന മാസങ്ങളിലൊക്കെയും ഞാന് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി അവളുടെ ഡോക്ടർ ആന്റിയെ കാണിച്ച് അവര് തമ്മിലൊരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഞാൻ കുഞ്ഞിലേ ഉണ്ടാക്കി. അപ്പൊ നാളെ ആ കുഞ്ഞ് കാണുമ്പോഴത്തേക്ക് എന്നെ ആദ്യമായിട്ട് ടച്ച് ചെയ്ത വ്യക്തിയാണ് ഈ ഡോക്ടർ എന്നുള്ള ഒരു ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ട്. അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. അതൊന്നും ലൈഫിൽ ഒരിക്കലും നമുക്ക് അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഞാനിത് വെറുതെ പറയല്ലേ. ഇതാണ് എന്റെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് എന്റെ മോളെ ഡോക്ടർ ആന്റി, ഡോക്ടർ പ്രീത PR ആണ് ഇവിടുത്തെ. ഇതാണ് എന്റെ മോള്.
ഇത് ഇവിടുത്തെ ട്രിവാൻഡ്രം മെഡിട്രീന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഡോക്ടർ പ്രീത PR. അപ്പോൾ നമ്മളെല്ലാരെയും സ്നേഹിക്കാൻ നമ്മളെ കുഞ്ഞുങ്ങളെ കുഞ്ഞിലേ പഠിപ്പിച്ചു തുടങ്ങുക. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തവരെയൊക്കെ തിരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്ത് നാളെ നല്ലൊരു സൊസൈറ്റി ചിലപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് പാരന്റ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. സർ, ശ്രീറാം സാർ, നമുക്ക് ഒരുപാട് ലേറ്റ് ആയി, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ വിളിച്ചാലും മതി, എന്റെ നമ്പർ ഗ്രൂപ്പിൽ കാണും, എന്നെ വിളിച്ചാലും മതി. ഓക്കെ. ഹലോ സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നോളജ് കിട്ടി. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ചെയ്യുമ്പോൾ തന്നെ കുറെ ഡൗട്ട് ഉണ്ടാവില്ല നമ്മൾ ഓരോരുടെ മനസ്സിലും, അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇന്നത്തെ ഒരു ദിവസത്തെ സെക്ഷനോട് കൂടി. അപ്പൊ വീണ്ടും ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സാറിൽ നിന്ന്. താങ്ക് യു ഇബ്രാഹിം സാർ. ഓക്കെ, അപ്പൊ നാസിയ മാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാറേ, ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഉടനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണിക്കാതെ ഈ പ്രപഞ്ചം എന്തുവാണെന്നും ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരേണ്ടതെന്നും അവരെ സ്വയം വളരാൻ അനുവദിച്ചുകൊണ്ട് ഒരു ഒബ്സർവേഷൻ മോഡിൽ നമ്മൾ പേരൻസ് നിൽക്കുകയാണെങ്കിൽ ഏറെക്കുറെയൊക്കെ തെറ്റുകൾ നമുക്ക് അവരിൽ നിന്നും മാറ്റാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് പാഠമാക്കേണ്ട പല കാര്യങ്ങളും. പക്ഷെ ആ പ്രകൃതിയെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല. പിന്നെ നമ്മുടെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലും അവരുടെ ഇപ്പോഴത്തെ എന്താണ് ഹെലികോപ്റ്റർ പേരന്റും അവരുടെ ഫ്രണ്ട്സും ഇതെല്ലാം ആയിട്ട് അങ്ങ് പോവുകയാണ് മക്കള്. അവരുടെ ആ മനസ്സിനെ വളരാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ മക്കളെല്ലാം പോകുന്നത്. അവരുദ്ദേശിക്കുന്നതെല്ലാം അവരുടെ കൈകളിൽ വേഗം എത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ പേരന്റിങ് നടത്തുന്നത്. എന്നിട്ട് ആ പേരന്റിന്റെ ശക്തിപ്പെടുത്തലാണ് കൂടുതലും പറയുന്നത്. മക്കളെ ശക്തിപ്പെടുത്താനല്ല ഒരു പേരന്റ് ശ്രമിക്കുന്നത്. അത് ഇന്നത്തെ എല്ലാ നമ്മൾ വളർന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഉപരി ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയിൽ എത്രത്തോളം ശോഷിപ്പിക്കാം അത്രത്തോളം ശോഷിപ്പിച്ചാണ് ബന്ധങ്ങളെ അറിയാതെയും സാർ പറഞ്ഞതുപോലെ ഏറ്റവും വാല്യൂ കൽപ്പിക്കേണ്ട ബന്ധങ്ങളായിരിക്കും ഇന്ന് മക്കളിൽ നിന്ന് അകന്നു പോകുന്നത്. അവർക്കൊരു അപരിചിതരെ പോലെ ആയിരിക്കും അവരൊക്കെ വരുന്നത്. അതിന്റെ വാല്യൂ ആ പേരൻസ് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നിടത്ത് പലതും വിശാലമാവുക. ആ വിശാല മനസ്സിൽ നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. മാം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളാണ് എന്തായാലും കാണിച്ചു കൊടുക്കേണ്ടത്. അവർക്കൊന്നും അറിയത്തില്ല. ആ വൈറ്റ് പേപ്പറിൽ ആരെയൊക്കെ കാണണം ആരെയൊക്കെ കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മള് ബാക്കിയുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നോ, നമ്മൾ നമ്മുടെ ബാക്കിയുള്ള റിലേഷൻസിന് എത്രമാത്രം ബഹുമാനം കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മൾ എത്രത്തോളം ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതായാൽ പോലും എല്ലാവരും മൊബൈൽ കൈ കൊടുത്തിട്ട് കോക്കോമെലിന് ഇട്ട് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കും. എത്ര പേര് ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും കാക്ക പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്ന. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യും. എന്റെ കുഞ്ഞിന് ഞാൻ സ്ക്രീൻ ടൈം കൊടുക്കാറില്ല. എന്റെ കുഞ്ഞ് ആകെ സ്ക്രീൻ ടൈം ഇത് ചെയ്യുന്നത് അവളുടെ ഗ്രാൻഡ് പാരന്റ്സ് ബാംഗ്ലൂരാണ്. അവിടുത്തെ ഗ്രാൻഡ് പാരന്റ്സിന് ഇത് ചെയ്യാൻ വേണ്ടി മാത്രം വീഡിയോ കോൾ ചെയ്യും. അല്ലാതെ എന്റെ വൈഫ് ഇപ്പോഴും കാക്ക പൂച്ച കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ നാച്ചുറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വരും. നമുക്ക് സ്ക്രീൻ ടൈമും ഒഴിവാകും. നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒരുപാട് നന്നായിട്ട് വരും. ഓക്കെ, അപ്പോ എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്ന മിസ്റ്റേക്കുകൾ വരും സാറേ. മിസ്റ്റേക്കുകളിൽ നിന്ന് അവരെ പഠിപ്പിക്കാൻ അതെ 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 അതൊരു അവസരങ്ങളാക്കി അവരെ അത് തിരുത്തിയെടുക്കുന്ന പേരന്റ് ആണ് ഏറ്റവും നല്ല രീതിയിൽ. കാരണം നമ്മൾ വളർന്നതല്ല ഇന്ന് നമ്മുടെ മക്കൾ അപ്ഡേറ്റ് ആകണം. അവർക്കൊപ്പം നമ്മൾ അപ്ഡേറ്റ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ട് മിസ്റ്റേക്കുകളെ എങ്ങനെ അവർക്ക് സോൾവ് ചെയ്യാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അവരെ സോൾവ് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്, അവരെ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കുക. യെസ് സർ, യെസ് സർ. ഓക്കെ, താങ്ക് യു സർ. ഇന്ന് നല്ലൊരു ഹലോ സാർ, പറഞ്ഞോളൂ. വളരെ നല്ല എനർജറ്റിക് ആയ ക്ലാസ് ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരുന്നു. ടൈം പോയതേ അറിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഞാൻ പല പേരന്റിങ്ങിലും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം പേരൻസ് സ്വന്തം മക്കളെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവരെ കുറ്റം പറയാൻ മറ്റുള്ളവരോട്. അവർക്ക് ആ കഴിവില്ല, അവർക്ക് കോൺഫിഡൻസ് ഇല്ല. അതുപോലെ സ്വന്തം മക്കളെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുക. ഇവൻ ഇങ്ങനെയാണ്, ഇവൻ അങ്ങനെയല്ല, ഇവൾക്ക് കഴിയും, ഇവൾക്ക് കഴിയില്ല. അപ്പോ അതൊക്കെ തന്നെ നമ്മൾ ചെയ്യണ ഏറ്റവും വലിയ തെറ്റാണ്. അതൊക്കെ ഒരുപാട് സമൂഹത്തിന് നമ്മള്
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു 75% പേരൻസും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും. അതെ മാം, നമ്മൾ ഒരു സെക്കൻഡ് നമുക്ക് ദേഷ്യം വരുമ്പോഴായിരിക്കും നമ്മൾ ഈ മാതിരി വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമുക്കത് തിരിച്ചെടുക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അത് ആ കുഞ്ഞിന്റെ ആഴ്ന്ന മനസ്സിൽ അത്രമാത്രം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പാരന്റിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. സർ താങ്ക് യു സർ. ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയ കാര്യങ്ങൾ സർ ഷെയർ ചെയ്തു. പിന്നെ അതുപോലെ പാരന്റിങ്ങിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്കൊന്ന് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പല തോട്ട്സും ചിന്താഗതികളും മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു സെഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് എൻ അമേസിംഗ് സെഷൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു all for joining with us. And thank you. Good night. Thank you. Good night all. Good night, sir. Good night, sir. Thank you, sir. Good night. Thank you. Okay. Good night.